അഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, വള്ളിയൂർ ഗണേശ ഭഗവാനെ, ഗണേശ്വര ശാസ്താവേ, അമ്മേ ഭഗവതി, മഹാദേവ നാരായണ. എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇന്നലെ നമ്മൾ ഒന്നാം ദിവസം ഗണേശപുരാണ സപ്താഹയജ്ഞത്തിൻ്റെ സമാപന സമയത്ത് ഇന്നലത്തെ ദിവസം അവസാനിക്കുമ്പോൾ നമ്മളൊരു വിചിത്രമായിട്ടുള്ളൊരു കഥ പറഞ്ഞിട്ടാണ് നിർത്തിയത്. രുഗ്മാംഗതൻ എന്ന് പറയുന്ന ഒരു ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിക്ക് താൻ ചെയ്യാത്ത തെറ്റിന് ഒരു ഭയങ്കരമായിട്ടുള്ള ശാപം അനുഭവിക്കേണ്ടി വന്നത്. അതൊന്ന് ചുരുക്കി ഓർമ്മിപ്പിച്ചാലേ ഇവിടുന്ന് അങ്ങോട്ടുള്ള കഥ മനസ്സിലാവുള്ളൂ. ഇന്ന് രാവിലെ നമ്മൾ ആരംഭിച്ചത് അദ്ദേഹത്തിന് ശാപമോക്ഷം കിട്ടി ഭഗവാന്റെ ലോകത്തേക്ക് അദ്ദേഹം പോയ ആ ചിന്താമണി തീർത്ഥത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ഇന്ന് രാവിലെ, അതായത് ആ ഖണ്ഡാണ് അവസാനിപ്പിക്കുന്ന ആ അവസാനത്തെ അധ്യായമാണ് ഇന്ന് രാവിലെ ആദ്യം വായിച്ചത്. രുഗ്മാംഗതൻ ദാഹിച്ച് വലഞ്ഞ് കാട്ടിൽ ഒരു നായാട്ടിന് പോയ സമയത്ത് കാട്ടിൻ്റെ ഉള്ളിൽ പെട്ടപ്പോൾ വാചക്നവി എന്ന് പറയുന്ന മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് പെടും. അവിടെ മഹർഷി തപസ്സിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടൊക്കെ പുറത്തേക്ക് പോയപ്പോൾ വിശ്രമിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ അടുത്തേക്ക് പത്നിയുടെ ഭാര്യ കാമാർത്തയായിട്ട് വന്ന് അദ്ദേഹത്തെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അദ്ദേഹം അതിന് വിസമ്മതിച്ചതുകൊണ്ട് അവർ അദ്ദേഹത്തെ ശപിക്കുകയും ചെയ്ത് ഒരു വികൃതരൂപിയാക്കി മാറ്റി. ആ ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ, ശിക്ഷയാണ് താൻ അനുഭവിച്ചതെന്നുള്ള സങ്കടത്തോടുകൂടി സഞ്ചരിക്കുമ്പോഴാണ് നാരദ മഹർഷിയെ കാണുന്നതും നാരദ മഹർഷി ഈ കദംബവനത്തിലുള്ള ചിന്താമണി തീർത്ഥത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം കദംബവനത്തിൽ വന്ന് ചിന്താമണി തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ഭഗവാനെ ആരാധിച്ചിട്ട് മോക്ഷത്തെ നേടണത്. അതിനുശേഷം ഈ കഥ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കഥ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞു കൊടുക്കണു, ഭൃഗു സോമകാന്ത രാജാവിന് പറഞ്ഞു കൊടുക്കണു, അതിൻ്റെ ഉള്ളിൽ വ്യാസമഹർഷി ഭൃഗുവിനോട് പറഞ്ഞു കൊടുക്കണു, അതിൻ്റെ ഉള്ളിൽ ബ്രഹ്മദേവൻ വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുക്കണു. ഇവർക്കൊക്കെ മനസ്സിലൊരാഗ്രഹം, ആ ഋഷിയുടെ പത്നിയായിട്ടുള്ള മുകുന്ദയുടെ ചരിത്രം എന്താ, അവരുടെ തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരുന്നു, അതൊന്ന് പറയണം എന്ന് പറയും. അപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് വ്യാസൻ ഈ കഥ ബ്രഹ്മദേവൻ എങ്ങനെ കേട്ടോ അതിവിടെ ഭൃഗു അത് സോമകാന്തനും ആ കഥ സൂതൻ ശൗനകാദികൾക്കും പറഞ്ഞു കൊടുക്കണം. അവരെയൊക്കെ ഒന്ന് സ്മരിക്കേണ്ട ആവശ്യമുണ്ട് ദിവസത്തിൻ്റെ തുടക്കത്തിൽ. അതുകൊണ്ട് അവരുടെയൊക്കെ പേരുകളൊന്ന് ചേർത്ത് പറഞ്ഞു പോയത്. വ്യാസമഹർഷി ചോദിക്കും, ബ്രഹ്മദേവ, രുഗ്മാംഗത രാജാവിൻ്റെ ഭക്തി നിറഞ്ഞിട്ടുള്ള മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഹൃദയഹാരിയായിട്ട് ഗണേശഭക്തി മനസ്സിൽ നിറയ്ക്കുന്ന ദിവ്യമായിട്ടുള്ള കഥ അവിടുന്ന് പറഞ്ഞു, ചിന്താമണി തീർത്ഥത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു. പക്ഷെ ആ ഋഷിപത്നിയായിട്ടുള്ള മുകുന്ദയെക്കുറിച്ച് അവിടുന്ന് ഒരക്ഷരം പറഞ്ഞില്ല. അവൾ ചെയ്ത ആ ദുഷ്കർമ്മം മഹർഷി അറിഞ്ഞോ? അതിനുള്ള ശിക്ഷ ദുർവൃത്തിയായിട്ടുള്ളവൾക്ക് കിട്ടിയോ? ആ വിവരങ്ങളൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ലോകത്തിൽ ധർമ്മം നിലനിൽക്കുന്നത് തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടുന്നുണ്ട് എന്നുള്ള മനുഷ്യൻ്റെ ബോധത്തിലും ഭയത്തിലുമാണ്. ഇല്ലെങ്കിൽ നിൽക്കില്ല, എല്ലാവരും തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ ബ്രഹ്മാവ് പറയും, സത്യവതിരപുത്ര, മുകുന്ദ ചെയ്ത കുറ്റം പാവം മഹർഷി അറിഞ്ഞില്ല. പക്ഷെ അവളുടെ മനോഗതം, അവൾ രുഗ്മാംഗതനോട് അവൾക്ക് അത്രയും പ്രണയമാണ് എന്നുള്ള മനോഗതം സ്ത്രീലമ്പടനായിട്ടുള്ള ദേവേന്ദ്രൻ മനസ്സിലാക്കി. അയാൾ മഹർഷിയില്ലാത്തൊരു തക്കം നോക്കിയിട്ട് 24 മണിക്കൂറും രുഗ്മാംഗതനെ മനസ്സിൽ ആലോചിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഋഷിപത്നിയുടെ അടുത്തേക്ക് രുഗ്മാംഗതൻ്റെ വേഷം ധരിച്ചിട്ട് അവൾ ഒരു ദിവസം ഒരു വൃക്ഷത്തിൻ്റെ താഴെ കിടന്നുറങ്ങുമ്പോൾ അവളുടെ അടുത്ത് ഈ രാജാവിൻ്റെ രൂപത്തിൽ വരികയും അവളുടെ ഒപ്പം ശയിക്കുകയും ചെയ്തു. അവളാണെങ്കിൽ രുഗ്മാംഗതൻ തന്നെ സ്വീകരിച്ചു എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട് ഇന്ദ്രന് വഴങ്ങിക്കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയായി. ആ ഗർഭിണിയായെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞ് തേജസ്വിയായിട്ടുള്ളൊരു പുത്രനെ പ്രസവിച്ചു. ആ സമയത്ത് മഹർഷി തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിന് അറിയില്ല തൻ്റെ മകനല്ലാതെ. മകനെ ഒരു കുഞ്ഞുണ്ടായല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് സ്വന്തം കുട്ടിയെപ്പോലെ അദ്ദേഹം അതിനെ കണ്ടു. നിഷ്കളങ്കനായിട്ടുള്ള വാചക്നവി
ആ കുട്ടിക്കൊരു പേരിട്ടു, ഗൃത്സമതൻ എന്ന് പേരിട്ടു. ഗൃത്സച്ച കാമദേവൻ എന്നർത്ഥം. മതം തകർക്കണവൻ, മർദ്ദിക്കണവൻ, നശിപ്പിക്കണവൻ. അപ്പോൾ കാമദേവനെ മർദ്ദിക്കുന്നവൻ രണ്ടർത്ഥം എടുക്കാം. ഒന്ന് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, കാമവിചാരങ്ങളെ നശിപ്പിക്കണവനാണെന്നുള്ള ഒരർത്ഥം എടുക്കാം. മറ്റേത് കാമദേവനെ ജയിക്കണമെന്നർത്ഥം. അപ്പോൾ ചിലപ്പോൾ സൗന്ദര്യം കൊണ്ടും ഗൃത്സമതൻ്റെ കാഴ്ചയ്ക്ക് അദ്ദേഹം കാമദേവനെ വെല്ലുന്നവനായതുകൊണ്ട് അങ്ങനെയും ആവാം. സാധാരണ മഹർഷിമാരിൽ അങ്ങനെ എന്താ പറയുക, കാമദേവനെ വെല്ലുന്ന സൗന്ദര്യമുള്ളവരൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പലപ്പോഴും പലർക്കും വൈരൂപ്യം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഗൃത്സമതൻ കാണാനും നന്നായിരുന്നു, എന്നാൽ മഹാ തപസ്വിയായിരുന്നു. വളരെ ചെറുപ്പത്തിലെ മഹർഷി അവനെ 5-ാം വയസ്സിൽ ഉപനയനമൊക്കെ കഴിപ്പിച്ചു. സ്വന്തം മകനായിട്ടാണല്ലോ കണക്കാക്കണം. ഉപനയനം കഴിപ്പിച്ചു. അങ്ങനെ ഉപനയനം കഴിപ്പിച്ച് കുട്ടി നല്ല മിടുമിടുക്കൻ. അവനൊരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി അവനൊരു മന്ത്രോപദേശം കൊടുക്കാം. അദ്ദേഹം വാചഗ്നവി ഒരു വേദപണ്ഡിതനായതുകൊണ്ട് അദ്ദേഹം ഗണപതി ഭഗവാന്റെ വൈദിക മന്ത്രമാണ് ഉപദേശിച്ചു കൊടുത്തത്. നമുക്കൊക്കെ അറിയണ മന്ത്രം തന്നെ. ഗണാനാം ത്വാ ഗണപതി ഗുംഹാമഹേ കവിം കവീനാവ് വസ്ത്രവസ്തവം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്ഫത ആനശൃണ്വന്നോതിഭിസീത സാധനം എന്നുള്ള ഋക്ക് ആ ഋഗ്വേദ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രം, അതിൻ്റെ മഹിമ ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഇതിനെ നിരന്തരം ജപിക്കാൻ പറഞ്ഞു, എന്നും ജപിക്കാൻ. അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുത്തു. ചുരുക്കത്തിൽ ഗണങ്ങളുടെയൊക്കെ പതിയായിട്ടുള്ള നിനക്കായിട്ട് ഞങ്ങളിത് ആഹുതികൾ അർപ്പിക്കണു. അവിടെ ഗണശബ്ദം കൊണ്ട് ഭൂതഗണമെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിൽ എന്തൊക്കെ കൂട്ടം കൂട്ടമായിട്ടുണ്ടോ, പക്ഷികളുടെ കൂട്ടം, മൃഗങ്ങളുടെ കൂട്ടം, മനുഷ്യരുടെ കൂട്ടം, അതുപോലെ എന്തൊക്കെ നമ്മൾ പറയില്ല, ഒരു കലക്ഷൻ കൂടിയിരിക്കുന്ന എല്ലാറ്റിൻ്റെയും ആധിപത്യം ഗണപതിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഈ നാടൻ ആരാധനകളിൽ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും വിശേഷമായിട്ടുള്ളൊരു മാർഗ്ഗമായിട്ട് ഉറുമ്പും കൂട്ടങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പറയും. ഏത് കൂട്ടത്തിനും, പ്രാവുകൾക്ക്, ഉറുമ്പുകൾക്ക്, പശുക്കൾക്ക് ഒന്നിച്ച് നിൽക്കുന്ന കൂട്ടമായിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഉള്ള രീതികളിൽ അന്നദാനം പോലുള്ളത്, ഇതൊക്കെ ഗണപതിയുടെ പ്രീതി വളരെയധികം വരും. കാരണം അദ്ദേഹം ഗണങ്ങളുടെ കൂട്ടങ്ങളുടെ ആധിപത്യം അദ്ദേഹത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ഈ ഹേർഡ് മെൻറ്റാലിറ്റി എന്നൊക്കെ പറയും ഇപ്പോൾ ഇംഗ്ലീഷിൽ. അതായത് ആൾക്കൂട്ടങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല എന്നാണ് പറയുക. ആൾക്കൂട്ടങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവില്ല. ഒരാളൊരു വഴിക്ക് പോയാൽ എല്ലാവരും അതിൻ്റെ പുറകെ പോകും. നമ്മൾ ആട്ടിൻകൂട്ടം പോകുന്നവരാണല്ലോ ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ഹേർഡ് വെച്ചാൽ ആട്ടിൻകൂട്ടം. ആട്ടിടയനെ അതുകൊണ്ടാണല്ലോ ഷെപ്പേർഡ് എന്നല്ലേ പറയണം, ഷെപ്പേർഡ് എന്നല്ലേ പറയണം. ആ ആട്ടിൻകൂട്ടങ്ങളുടെ പുറകെ ഇങ്ങനെ ആട്ടിൻകൂട്ടങ്ങളുടെ സ്വഭാവം ആൾക്കൂട്ടങ്ങൾ കാണിക്കും. അതിനെ നമ്മൾ മാസ് ബിഹേവിയർ എന്നൊക്കെ പറയും. സാധാരണ വലിയ കലാപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി ആലോചിച്ചാൽ മതി, ഞാൻ എന്തിനാണ് ഈ കലാപത്തിൽ ഇറങ്ങി പുറപ്പെടുന്നത്. അത് ചിന്തിക്കില്ല. ഒരു നേതാവ് പറയും, അതിൻ്റെ പുറകെ അങ്ങോട്ട് പോകും. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വിവേചന ബുദ്ധി ഉണ്ടാവണമെങ്കിൽ ഏതൊരു ചൈതന്യത്തെയാണോ കൂട്ടങ്ങൾ ആരാധിക്കേണ്ടത്, സൽബുദ്ധി ഉണ്ടാവാൻ, നേരെ മാർഗം ചിന്തിക്കാൻ, അത് ഗണപതിയാണ്. അതുകൊണ്ടാണ് ഗണപതിക്ക് ഈ ഉപനിഷത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, വ്രാതപതയെ. വ്രാതം വെച്ചാൽ ജനസംഘങ്ങൾ, കൂട്ടങ്ങൾ. വ്രാതത്തിൻ്റെ പതി. നമോ വ്രാതപതയെ നമോ ഗണപതയെ നമ പ്രപഥപതയെ നമസ്തേ അസ്തു ലംബോദരായ ഏകദന്തായ വിഘ്നവിനാശിനെ ശിവസുതായ ശ്രീവരദമൂർത്തയെ നമ ഉപനിഷത്തിൽ അഥർവശീർഷത്തിൽ വരണതുകൊണ്ടാണ്. അപ്പം ഈ ഗണാനാം ത്വാ ഗണപതികും ഹവാമഹേ, ഞാൻ ഹവാമഹേ, ഞാൻ അങ്ങേക്ക് ആഹുതി അർപ്പിക്കണു. കവിം കവീനാവോ വസ്ത്രവസ്തവം. ഭഗവാനെ പിന്നെ വിളിക്കുന്ന പേരാണ് കവി. കവി വെച്ചാൽ ശരിക്കും അർത്ഥം സ്രഷ്ടാവെന്നാണ്. ഏറ്റവും ഉന്നതനായിട്ടുള്ള സ്രഷ്ടാവാണ് കവി. ഋഷി അല്ലാത്തവൻ കവിയല്ല പറയും പഴയകാലത്ത്. ഋഷിയായിരിക്കണം. ഇന്നത്തെ കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് അടിച്ച് നടക്കണതാണ്, എഴുതണതൊന്നും മനസ്സിലാവില്ല. പഴയ കാലത്ത് അങ്ങനെയല്ല. ഋഷി അല്ലാത്തവൻ കവിയല്ല. ആ കവികളിൽ വെച്ച് കവി, രാജാവ്. അതുകൊണ്ട് ആ കവിം കവീനാം ആയതുകൊണ്ടാണ് വ്യാസമഹർഷി തൻ്റെ കൃതി ഗണപതി ഭഗവാനെ കൊണ്ട് കേട്ടെഴുത്ത് നടത്തിച്ചത്, ഡിക്റ്റേഷൻ, മഹാഭാരതം. അപ്പം കവിം കവീനാം ഉപസ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ. ഭഗവാന്റെ വിശേഷണങ്ങളാണ്. ജ്യേഷ്ഠരാജൻ വെച്ചാൽ ആദ്യം പൂജിക്കപ്പെടേണ്ടവൻ,
പ്രഥമഗണനീയനായിട്ടുള്ള ചക്രവർത്തി എന്നൊക്കെ അർത്ഥം. ജ്യേഷ്ഠരാജം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിൽ നിന്ന് കിട്ടേണ്ട ആനന്ദം, ബ്രഹ്മവർച്ചസ്, ബ്രഹ്മണസ്പതി, അതിൻ്റെ പതി, ബ്രഹ്മാനന്ദത്തിൻ്റെ പതി അദ്ദേഹമാണ്. ബ്രഹ്മണസ്പതി ആനശ്രുണ്ണോതി വിസീത സാധനം. അവൻ്റെ മഹിമകളെ കേട്ട് സായുജ്യം അടയുക, ആ ആനന്ദാവസ്ഥ എത്തുക. അതുകൊണ്ടാണ് ഗണപതി ഭഗവാൻ ഈ സ്വാനന്ദേശൻ എന്ന് പേര്. ആത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി എന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ കാണുന്നതിൽ ആ ആത്മാനന്ദമാണ് ശരിക്കും പറഞ്ഞാൽ ഗണപതി ഭഗവാൻ. ഒന്ന് ആ മന്ത്രത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞു. എന്താണെങ്കിലും ഈ മന്ത്രം നിത്യേന ജപിക്കുന്നത് അത് വേദമന്ത്രമാണ്. എന്താ പറയുക, വേദാധികാരമുള്ളവരായിരുന്നു പഴയ കാലത്ത് ജപിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അത് സാർവത്രികമായിട്ട് ആൾക്കാർ ജപിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ സാർവത്രികമായിട്ട് എല്ലാവരും ജപിക്കുന്നുണ്ട്. അപ്പോൾ സാർവത്രികമായി മാറിയിട്ടുള്ള പലതും പണ്ട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഈ മന്ത്രത്തിൻ്റെ ഗുണം ഒന്ന് ബുദ്ധിവികാസം, നല്ല ഇരുത്തം വരും, പക്വത വരും. 3 നമ്മുടെ കോഗ്നിഷൻ എന്ന് പറയും. അതായത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ള ശേഷി, ഗ്രാഹ്യശേഷി. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി, അതിനെ നേരായ മാർഗത്തിൽ ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ്, ഇതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ വളർത്തിത്തരുന്ന ഒരു മന്ത്രമാണ് ഈ ഗണാനാം ത്വാ ഗണപതി എന്നുള്ളതിൻ്റെ ഉപാസന. അപ്പം ആ മന്ത്രത്തിൻ്റെ സാധനയാണ് ഗൃത്സമതൻ ചെയ്തതെന്നാണ്. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൃത്സമതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അസാമാന്യ പണ്ഡിതനായിട്ട് മാറി. പക്ഷെ പാവം ഒരിക്കലും അറിഞ്ഞില്ല തൻ്റെ അച്ഛൻ ഇന്ദ്രനാണ്. എന്തിന്? സ്വന്തം അമ്മ മുകുന്ദ പോലും കരുതിയത് രുഗ്മാംഗതനാണെന്നാണ് അപ്പോഴും കരുതണം. പാവം രുഗ്മാംഗതൻ അപ്പോഴേക്കും ഗണേശലോകത്തേക്ക് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ല. മഹർഷി കരുതി തൻ്റെ മകനാണെന്നും ഗൃത്സമതൻ അച്ഛനായിട്ട് വാചജ്ഞവിയാണ് കരുതിയിരുന്നതും. ഇത്ര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കും. എന്താണെന്നുണ്ടെങ്കിലും ഒരിക്കൽ ഗൃത്സമതൻ കുറച്ച് മുതിർന്നു, മിടുക്കനായി, 10, 18, 20 വയസ്സായി. അപ്പോൾ ആ കാലത്ത് അദ്ദേഹത്തിന് അസാമാന്യ അറിവാണ്. ചില കുട്ടികളുണ്ട്, അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തും പോയി കഴിഞ്ഞാലും ഒരു എന്താ പറയുക, അവിടെ അവരുടെ മിടുക്ക് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ചെയ്യും. അതായത് എന്താ പറയുക, ഇപ്പോൾ ഒരു കാര്യം ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ ഉടനെ കയറിയിട്ട് അവർക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. സഭ അറിയാണ്ട് പെരുമാറും ചില സമയത്ത്. അത് കുട്ടികൾക്ക് അച്ഛനമ്മമാരെ പറഞ്ഞു കൊടുക്കില്ല, അതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ഈ സഭയറിയാണ്ട് പെരുമാറുന്നൊരു സ്വഭാവം ഗൃത്സമതൻ മഹർഷിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വളരെ അപമാനം നേരിടുന്ന ഒരു സന്ദർഭം ഉണ്ടായി. മഗധ രാജ്യത്ത് മഗധൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധം നടക്കുകയാണ്. ആ ശ്രാദ്ധത്തിന് അത്രി, വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള മഹാഋഷിമാരെയൊക്കെ വിളിച്ചു വരുത്തി. ഗൃത്സമതനെയും ക്ഷണിച്ചു. രാജാവിന് ചെറുപ്പക്കാരായിട്ടുള്ള ഋഷിമാരിൽ അദ്ദേഹത്തിനെ വിളിക്കാൻ തോന്നി, ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും അവിടെ വന്നിരുന്നു. അവിടെ വന്നിരുന്ന സമയത്ത് നാച്ചുറലി മഹർഷിമാരും ഈ വലിയ പണ്ഡിതന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ സത്സംഗങ്ങളും പണ്ഡിത ചർച്ചകളൊക്കെ നടക്കും. അപ്പോൾ വളരെ അറിവ് പങ്കുവയ്ക്കുന്ന ചർച്ചകളൊക്കെ ഉണ്ടായപ്പോൾ ഈ മുതിർന്ന മഹർഷിമാരൊക്കെ സംസാരിക്കുമ്പോൾ ഗൃത്സമതൻ ഇടയ്ക്ക് ഓരോന്ന് വിളിച്ചു പറയും. പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറയണമൊക്കെ തെറ്റൊന്നുമല്ല, ശരിയായ കാര്യങ്ങളാണ് പറയണത്. പക്ഷേ എവിടെ പറയണം എന്നറിയാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് അത്രി മഹർഷിക്ക് ആലോചിച്ച് നോക്കണം, അത്രി എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ ത്രിഗുണങ്ങളും ജയിച്ചവൻ എന്നർത്ഥം. സത്വരജസ്തമോ ഗുണങ്ങളെ മുഴുവൻ ജയിച്ചവനാണ് അത്രി. അതാണ് അത്രിക്ക്. അങ്ങനെയുള്ള ഒരാൾക്ക് അനസൂയ എന്ന് പറഞ്ഞാൽ അസൂയയില്ലാത്ത ഭാര്യ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടാണ് ചന്ദ്രനും ദത്താത്രേയനും ദുർവാസാവും ജനിക്കുന്നത്. അപ്പോൾ അത്രയും മഹാത്മ്യം. ഇതിനൊക്കെ പുറമെ മഹാദേവൻ്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ശ്രീരുദ്രത്തിൻ്റെ ഹൃദയം പോലെ ഇരിക്കുന്ന ഒരു മന്ത്രത്തിൻ്റെ ഋഷി അത്രിയാണ്. ആ ഒരൊറ്റ മന്ത്രം ചൊല്ലിയാൽ ശ്രീരുദ്രം മുഴുവൻ ചൊല്ലിയതിൻ്റെ ഫലമാണ്. തമുഷ്ടുഹി അസ്യുഷുസുധന്വാ യോ വിശ്വസ്യ ക്ഷയതി ഭേഷജസ്യ യക്ഷ്വാമഹേസോ മനസായ രുദ്രം നവോപിർദേവമസുരന്തുവസ്യ എന്നുള്ള മന്ത്രത്തിൻ്റെ ഋഷി അത്രിയാണ്. അങ്ങനെയുള്ള അത്രി മഹർഷിക്ക് പോലും ദേഷ്യം വന്നു. ഇങ്ങോര് ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഗൃത്സമതൻ ഇവരെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പുള്ളി കയറിയിട്ട് അല്ല. പക്ഷെ അതങ്ങനെയാണോ? ചില ആൾക്കാരുണ്ട് എപ്പോഴും അവരുടെ തല
അവിടെ കേൾക്കുന്ന വിഷയമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കും, ഒരു റീൽ ഓടിക്കൊണ്ടിരിക്കും. അവർക്ക് ഒരിക്കലും യഥാർത്ഥ ജ്ഞാനസമ്പാദനം സാധ്യമില്ല. എന്താ കാരണം വെച്ചാൽ ഇത് റിവ്യൂ ചെയ്യാം, ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് മനനം ചെയ്യുമ്പോൾ റിവ്യൂ ചെയ്യാം. പക്ഷെ കേട്ടോണ്ടിരിക്കുമ്പോൾ റിവ്യൂ നടക്കരുത് തലയിൽ. ഗൃത്സമാധാനം അത് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് അദ്ദേഹം ഉറക്കം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ചേച്ചേ ഇങ്ങനെയാണോ ഒരു പണ്ഡിത സദസ്സിൽ വന്നിട്ട് പെരുമാറുക? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താൻ എങ്ങനെ ഞങ്ങളുടെ ഇടയിൽ കയറിയിരിക്കണേ? താൻ ഒരു മഹർഷിയുടെ മകനെയല്ല, താൻ ഒരു ക്ഷത്രിയനാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഗൃത്സമാധാന് ദേഷ്യം വന്നു. അനാവശ്യം പറയേ, അങ്ങ് ഇത്ര വലിയ മഹർഷിയാണെന്നൊന്നും ഞാൻ നോക്കില്ല, മോശം പറയേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനെന്താ മോശം പറഞ്ഞു? തൻ്റെ അമ്മയോട് പോയി ചോദിക്കുക, തൻ്റെ അച്ഛൻ ആരാന്ന്. അത് കേട്ടോട് വിട്ട് പബ്ലിക്കായിട്ടുള്ള സഭയിൽ വെച്ചിട്ട് അമ്മയും കൂടെ മോശം പറഞ്ഞോട് വിട്ട് ഗൃത്സമാധാനം അങ്ങോട്ട് ദേഷ്യം വന്നു. അദ്ദേഹം പറയും, ഈ അപമാനം ഞാൻ മറക്കില്ല. ഞാൻ പോയിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ഇത് അന്വേഷിച്ചിട്ട് അപ്പോൾ പറയും, ആരാണ് ആ രാജാവെന്നും അത്ര വിളിച്ചു പറയുന്നുണ്ട്. രുഗ്മാംഗതൻ്റെ പുത്രനാണ് നീ വാചക്നവിയുടെ പുത്രനല്ല, അതുകൊണ്ട് നിന്നെ ഋഷിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ പറയും, എൻ്റെ അച്ഛൻ രുഗ്മാംഗതനല്ല വാചക്നവിയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോ, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഭസ്മാക്കുന്നു പറയും. അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടുന്ന് കണ്ണീരണിഞ്ഞിട്ട് വീട്ടിലേക്ക് കോപത്തോട് കൂടിയിട്ട് വന്നു എന്നാണ് പറയണം. അങ്ങനെ ഇവിടെ വീട്ടിൽ വന്ന് വാതിലൊക്കെ ചവിട്ടി തുറന്ന് അമ്മ അടുക്കളയിലുണ്ട്. അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അമ്മേ സത്യം പറ, ഞാൻ ആരുടെ മകനാ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, എന്താ മോനെ സംശയം, നീ നിൻ്റെ അച്ഛൻ്റെ മകൻ തന്നെയാണ്. വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടൊരു ആൻസറാണ് കൊടുക്കുക, അച്ഛൻ്റെ മകനാണെന്ന് പറയും. പക്ഷെ ആ മറുപടി ഗൃത്സമതം വിശ്വസിച്ചില്ല. നിങ്ങൾ വഴിപഴച്ചവളാണ്, നിങ്ങൾ പറയണത് ഞാൻ വിശ്വസിക്കില്ല. അത്രി മഹർഷി ഒന്നും കാണാണ്ട് അങ്ങനെ പറയില്ല, അദ്ദേഹം സത്യവാക്കാണ്, അതറിയാം. പക്ഷേ എന്നെ സഭയിൽ വെച്ച് അദ്ദേഹം അപമാനിച്ചു, അതിന് കാരണം നിങ്ങളാണ്. നിങ്ങൾ മറച്ചു വെച്ച രഹസ്യമാണ് എൻ്റെ ഇന്നത്തെ അപമാനത്തിന് കാരണം. അതുകൊണ്ട് സത്യം പറ, എൻ്റെ അച്ഛൻ ആരാന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശബ്ദവും ഭാവവും തപസ്സിൻ്റെ ആ ഒരു തേജസ്സും ഒക്കെ കാരണം മകൻ്റെ മുന്നിൽ തന്നെ നടുങ്ങി പോയി ഈ മുകുന്ദ. വരച്ചിട്ട് പറയും, നീ രുഗ്മാംഗത രാജാവിൻ്റെ മകനാന്ന് പറയും. കാരണം അവൾക്ക് പോലും അറിയില്ല അത് ഇന്ദ്രനായിരുന്നു എന്ന്. അതോടുകൂടിയിട്ട് ആ ദുർനടത്തക്കാരിയാണ് അതെൻ്റെ അമ്മ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഗൃത്സമതൻ ശപിച്ചു അമ്മേ. ദുഷ്ടേ, കാട്ടാള സ്ത്രീയുടെക്കാളും മോശം സ്വഭാവമുള്ളവളെ, നീ ബ്രാഹ്മണ കുലത്തിന് തീരാത്ത കളങ്കാണ്. ഭർത്താവിനെ വഞ്ചിച്ചിട്ട് പരപുരുഷനെ പ്രാപിച്ച നീ രാക്ഷസിയായിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു എന്ന് ഒരു പാഠഭേദം. വേറൊരു പാഠത്തിൽ പറയണു, ആർക്കും ഉപകാരമില്ലാത്ത ഒരുപാട് പഴങ്ങളുള്ള ഒരു മൃഗമോ പക്ഷിയോ പോലും തൊടാത്ത കള്ളിമുള്ള് നിറഞ്ഞ ഒരു ചെടിയായിട്ട് നീ പോട്ടെ കാട്ടിൽ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു എന്നും വേറൊരു പാഠം. അങ്ങനെ രണ്ട് പാഠങ്ങളാണ്. മകൻ്റെ ഈ പെട്ടെന്നുള്ള ശാപം കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി, മനസ്സിൽ കോപം വന്നു. അപ്പോൾ എടുത്ത വഴിക്ക് പറഞ്ഞു, ജന്മം നൽകിയ അമ്മയെ തന്നെ നീ ശപിച്ചു അല്ലടാ മൂഢബുദ്ധി, ഈ മാതൃദ്രോഹത്തിന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. പെറ്റമ്മ ശപിച്ച അതിൽ പരം വലിയൊരു ശാപം വേറിയില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഭയാനകമായിട്ടുള്ളൊരു ശിക്ഷ നൽകുകയാണ്. നീ അനുഭവിക്കും പുത്രദുഃഖം എന്താണെന്നുള്ളത്. ഭീകരനും ഭയങ്കരനുമായിട്ടുള്ള ഒരു അസുരനായിരിക്കും നടക്കുണ്ടാവാൻ പോണ മകൻ എന്ന് പറഞ്ഞിട്ട് ശപിക്കും. അവൻ്റെ തേർവാഴ്ചയിൽ സകല ലോകങ്ങളും കിടിലം കൊള്ളും. നീ ഒരിക്കലും അംഗീകരിക്കാത്ത അധർമ്മങ്ങൾ അവൻ ചെയ്യും. നിനക്ക് മനസ്സിന് വലിയ ദുഃഖം അവനുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ശപിച്ച് ആ ദേവി അവിടുന്ന് എന്താ പറയുക, കാട്ടിലേക്ക് പോയി. മകൻ്റെ ശാപം പോലെ തന്നെ മുള്ളുകളുള്ള ധാരാളം കഴിക്കാൻ കൊള്ളാത്ത പഴങ്ങളുള്ള ആർക്കും വേണ്ടാത്ത ഒരു ചെടിയായിട്ട് മാറിയെന്നാണ്. ഗൃത്സമതൻ ആ പുഷ്പകം എന്ന് പറഞ്ഞ വനം വിട്ട് അവിടുന്ന് സഞ്ചരിച്ചു. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ എത്തി. മനോഹരമായിട്ടുള്ള ഒരു ആശ്രമം. ആ ആശ്രമം നിൽക്കുന്നത് ഈ പുഷ്പകം എന്ന് പറഞ്ഞ വനത്തിൻ്റെ അറ്റത്താണ്. അവിടെ ചെന്ന് അവിടെ ഒരു യോഗിയെ കണ്ടു. ആ യോഗിയുടെ നിന്ന് ഗണപതി ഭഗവാന്റെ ഉപാസനാക്രമമൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി. മാത്രമല്ല അതിനുശേഷം അതികഠിനമായിട്ടുള്ള ഒരു തപസ് ആരംഭിച്ചു. 1000 വർഷക്കാലം അദ്ദേഹം
പെരുവിരൽ നിലത്ത് കുത്തി നിന്ന് വൃക്ഷാസനത്തിൽ കൈ മേപ്പോട്ടുയർത്തി ദൃഷ്ടിയെ ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ചിട്ട് അതിഭയങ്കരമായിട്ടുള്ള തപസ് തുടങ്ങി. 1000 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണ് തുറന്നു. കണ്ണ് തുറക്കുന്ന സമയത്ത് ദേവന്മാർ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് തീ വരണതാണ് കണ്ടത്. അവർ ഭയന്നുപോയി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ തപസ്സിനിങ്ങനെ മുടക്കം വരാനുള്ളൊരു കാരണം എന്താ? സാക്ഷാത്കാരം കിട്ടുന്നതിന് മുമ്പ് ഇദ്ദേഹം ഉണർന്നല്ലോ എന്നവർ ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ മഹർഷി കണ്ണു തുറന്ന് ചുറ്റും നോക്കിയപ്പോൾ ഒരു ഇല അവിടെ കിടക്കുന്നുണ്ട്. ആ ഇല എടുത്തിട്ട് അദ്ദേഹം കഴിച്ചു, വിശപ്പ് മാറ്റി. പിന്നെ 10,000 വർഷം ദിവസം 1000 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഇല എടുത്തിട്ട് കഴിച്ചത്. അങ്ങനെ 10,000 വർഷത്തെ തപസ് തൂണുപോലെ നിന്നിട്ട് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ തപസ്സിൻ്റെ ശക്തി കണ്ടിട്ട് ഗണപതി ഭഗവാന് വരാതിരിക്കാൻ സാധിച്ചില്ല. ഭഗവാൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആടിക്കൊണ്ടിരിക്കുന്ന ചെവികളും മനോഹരമായിട്ടുള്ള ചന്ദ്രക്കല പോലുള്ള നെറ്റിയോടും ആ ജഗൽക്കാരനായിട്ടുള്ള ഭഗവാൻ ഒരു കയ്യിൽ താമര മൊട്ട് പിടിച്ചിട്ടു, സിംഹത്തിൻ്റെ പുറത്ത് സിംഹത്തിനെ വാഹനാക്കിയിട്ടു 10 കൈകളോടുകൂടി സർപ്പത്തെ പൂണൂലാക്കിയിട്ടിട്ട് കുങ്കുമം, അകില്, കസ്തൂരി, ചന്ദനം ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് കുറികളിൽ ചാർത്തി സിദ്ധിയോടും ബുദ്ധിയോടും കൂടിയിട്ട് ഐശ്വര്യവാനായിട്ട് കോടിക്കോടി സൂര്യന്മാരെ വെല്ലുന്ന പ്രകാശത്തോടു കൂടിയിട്ട് ആരാലും വർണ്ണിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ള അത്രയ്ക്കും മനോഹാരിതയോട് കൂടിയിട്ട് ആ ഭഗവാൻ വലിയൊരു തേജസ്സായിട്ട് ഗൃത്സമതൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഈ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഭഗവാൻ ആ വന്ന വരവിൽ ഗൃത്സമതൻ കണ്ണു തുറന്ന് നോക്കിയതോ അങ്ങനെ ബോധം കെട്ട ആദ്യം നിലത്ത് വീണു. ഒരിക്കലും ഒരു സാധകൻ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത, അതും ഒരു അപലക്ഷണമായി. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും ഗൃത്സമതൻ ഭൂമിയിൽ പതിച്ചു. നിലത്ത് കിടന്നിട്ട് കുറച്ച് നേരം ബോധക്കേടായിട്ട് കിടന്നു. പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഭഗവാൻ അവിടെ തന്നെയുണ്ട്. അപ്പോൾ മനസ്സിലാലോചിച്ചു, ഭഗവാനെ കണ്ടിട്ട് എനിക്കൊന്ന് നമസ്കരിക്കാൻ പോലും പറ്റണതിന് മുമ്പ് ഞാൻ എന്തുകൊണ്ടാണ് ബോധം കെട്ട് താഴെ വീണത്? എന്തോ ഒരു തടസ്സമുണ്ടല്ലോ. ഈശ്വരൻ വന്നു നിന്നിട്ട് പോലും സാക്ഷാത്കാരം ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ എന്തോ കാര്യമായിട്ടൊരു പ്രശ്നം എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെത്താൻ പറയും, ഈ ഉണ്ടായ പതർച്ച എനിക്ക് എവിടുന്നാണ് ഉണ്ടായത്? ഞാൻ ഇത്ര വർഷം ഘോരമായിട്ട് തപസ് ചെയ്തിട്ട് ഭഗവാൻ വന്നിട്ട് പോലും എനിക്കൊരു ഫലമില്ലാത്ത അവസ്ഥയല്ലോ. ഭഗവാനെ, എന്ത് വിഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നത്തെ അവസ്ഥയിലെത്തിയത്? എന്നെ എന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെയല്ലാണ് ഞാൻ ആരെയാ ഒന്ന് ശരണം പ്രാപിക്കുക? ഈ വലിയ ദുഃഖം എനിക്ക് വന്നതെന്താ? എൻ്റെ ജന്മം തന്നെ നോക്കൂ ഭഗവാനെ. എൻ്റെ അച്ഛൻ ആരാന്നറിയാണ്ട് ഞാൻ വളർന്നു. ഒരാളെ അച്ഛനാണെന്ന് വിചാരിച്ചു, അങ്ങേ ഉപാസിച്ചു. അവസാനം പണ്ഡിത സഭയിൽ അപമാനിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അമ്മയെ ശപിക്കേണ്ടി വന്നു. അമ്മ എന്നെയും ശപിച്ചു. അതിനുശേഷം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തപസ് ചെയ്ത് തുടങ്ങി. 1000 വർഷം കഴിഞ്ഞ് 11 വിഘ്നം. അത് കഴിഞ്ഞ് 10,000 വർഷം വീണ്ടും തപസ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങ് മുന്നിൽ വന്ന് നിന്നപ്പോൾ ഞാനിതാ കാലടറി താഴെ വീണു. ഇത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പോൾ മാത്രമല്ല, അങ്ങയുടെ ഈ രൂപത്തിൽ ആരാധിക്കാൻ എനിക്ക് അർഹതയില്ല എന്ന് തോന്നുന്നുണ്ട് എൻ്റെ മനസ്സിൽ. ഇനി അങ്ങ് മായാരൂപി വല്ലതുമാണോ, അതോ അങ്ങ് യഥാർത്ഥത്തിൽ ഗണപതി തന്നെയാണോ? എനിക്കറിയണില്ല. എന്നെ പരീക്ഷിക്കാൻ വന്ന് നിൽക്കണ വേറെ ഏതെങ്കിലും ശക്തിയാണോ? കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ മറിഞ്ഞു വീഴേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, നിന്നെ അനുഗ്രഹിക്കാൻ വന്നിട്ടുള്ള ഗണപതി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഭയം മനസ്സെന്ന് കളയുക. എന്നെ കണ്ടാൽ പോലും ഭയം അവശേഷിക്കേണ്ട മനസ്സിലെന്നുണ്ടെങ്കിൽ ആ തപസ് പൂർത്തിയായിട്ടില്ല എന്നർത്ഥം. ചില ആൾക്കാർ പറയും, എനിക്ക് ഭഗവാനെ പേടിയാന്ന് പറയും. നോക്കിയിട്ടുണ്ടോ? സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ചിലർ പറയും, എനിക്ക് ഭഗവാനെ പേടിയാണ്. ഈശ്വരനെ പേടിക്കാൻ പഠിപ്പിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെ രീതിയല്ല. ഗോഡ് ഫിയറിങ് എന്നൊരു വാക്ക് സനാതനധർമ്മത്തിലില്ല. ഗോഡ് ലവിങ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഗോഡ് റിയലൈസിങ്. ഈശ്വരനെ സ്നേഹിക്കുക, ഈശ്വരനെ സാക്ഷാത്കരിക്കുക. കാരണം ഈശ്വരൻ നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല വാസ്തവത്തിൽ. ആ ബോധമുണ്ടാക്കാനാണ് ധർമ്മം എന്നും ശ്രമിച്ചിട്ടുള്ളത്. ഭഗവാൻ പറഞ്ഞ വാക്കുകളത് കിടപ്പുണ്ട്. എന്നെ ഭയന്നിട്ട് നിനക്ക് എന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല. ചിലർ പറയും, നരസിംഹത്തിനെ കണ്ടാൽ പേടിയാണ്, കാളിയെ കണ്ടാൽ പേടിയാണ്. എന്നാ പേടി അവസാനിക്കണോ അന്നേ കാളിയെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നരസിംഹത്തെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ശിവനെ കിട്ടുള്ളൂ. ഏത് ദേവതാരൂപമാണെങ്കിലും ഭയം എന്നുള്ളത് വന്നാൽ കഴിഞ്ഞു. കാരണം ഈശ്വരൻ്റെ സ്വഭാവം ഭയമല്ല, അഭയമാണ്.
ഭയം എപ്പോഴാണ് വരണത്? നമ്മൾ ഈ ശരീരമാണെന്നുള്ള തോന്നലുകൊണ്ട് ആ ചൈതന്യത്തെ കാണുമ്പോൾ നമുക്കൊരു നാശം സംഭവിക്കും, നമ്മൾ നശിച്ചു പോവും, കത്തിച്ചാമ്പലായി പോവും എന്നൊക്കെയുള്ള തോന്നലുള്ളിൽ വരുമ്പോൾ അർജുനന് പോലും ആ പ്രശ്നമുണ്ടായി. വിശ്വരൂപം കണ്ടു കഴിഞ്ഞപ്പോൾ നിലത്ത് കമന്ന് കടന്നിട്ട് തലപൊക്കി നോക്കാൻ പോലും പറ്റാണ്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ ഈ രൂപം മടക്ക്, ഈ രൂപം മടക്ക്, എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് പേടിയാവണമെന്നാണ് പറഞ്ഞു. അപ്പോൾ മനുഷ്യ സഹജമാണ് ആ ഭയം. അവിടെ ഈ പേടിയാവണമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ എനിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ചിന്തയാണ്. അതെവിടുന്നാണ് വരണത്? ഞാൻ ഈ ശരീരമാണെന്നുള്ള തോന്നലെന്നാണ് വരണത്. നേരെ മറിച്ച് അവിടെ നിൽക്കുന്നതും ഈ അകത്തുള്ളതും ഒന്നാണെന്നുള്ള തിരിച്ചറിവുള്ള ഒരാൾക്ക് എന്ത് ഭയ. അതുകൊണ്ടല്ലേ ഇത്ര ഭീകരരൂപിയായിട്ടുള്ള പ്രഹ്ലാദൻ്റെ അടുത്തേക്ക്, അല്ല നരസിംഹസ്വാമിയുടെ അടുത്തേക്ക് ലക്ഷ്മീദേവിക്ക് പോലും പോകാൻ ഭയം വന്നപ്പോൾ പ്രഹ്ലാദന് ഇത്ര സന്തോഷത്തോട് കൂടിയിട്ട് പോയിട്ട് ആ മടി കയറിയിരുന്നത്. അഭയം എന്താണെന്ന് മനസ്സിലായിട്ടുള്ള ആൾക്കേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ട് പറയും, നീ നിൻ്റെ മനസ്സിലുള്ള ഭയത്തിനെ കളഞ്ഞിട്ട് ആഗ്രഹിക്കുന്നത് ചോദിച്ചാലും എന്നാ പറയണത്. നിൻ്റെ ഈ ഒറ്റ വിരലിൽ നിന്നുകൊണ്ടുള്ള തപസ്സിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറയണം. അങ്ങനെ ആ ദേവദേവൻ്റെ ഇങ്ങനെയുള്ള ശോഭനമായിട്ടുള്ള സന്തോഷമുളവാക്കുന്ന വാക്കുകൾ കേട്ടിട്ട് ആ ഭഗവാനെ ദണ്ഡനമസ്കാരം ചെയ്തു അത്രേ മഹർഷി. എന്നിട്ട് ആ ഭഗവാന്റെ അടുത്ത് വരം ചോദിച്ചു. വളരെ മനോഹരമായിട്ടുള്ളൊരു വരം. ത്രൈലോക്യനാഥനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ പരിപൂർണമായിട്ടുള്ള ദർശന സൗഭാഗ്യം കിട്ടിയിട്ടുള്ള എന്നെപ്പോലെ ഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാർ അപൂർവമായിരിക്കും. എന്ത് പൂർവ്വപുണ്യം കൊണ്ടാണോ എനിക്ക് അങ്ങേ കാണാൻ സാധിച്ചതെന്ന് എനിക്കറിയില്ല. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എല്ലാ ദുഃഖവും എല്ലാ ഭാഗ്യക്കേടും അങ്ങയുടെ ഈ ഒരൊറ്റ ദർശനത്തിൽ കൂടെ എനിക്ക് ഇല്ലാണ്ടായിരിക്കുന്നു. ഇനി എനിക്ക് തൃപ്തിയേ ഉള്ളൂ. എനിക്കാകെ ഒരു വര ചോദിക്കാനുള്ളത് അങ്ങയോട്. ഈ പുഷ്പകവനം, അങ്ങ് പ്രത്യക്ഷപ്പെട്ട ഈ വനം ഇനി മുതൽക്ക് ഗണേശ്വരപുരം എന്നുള്ള പേരിൽ അറിയപ്പെടണം. ഇവിടെ കുടികൊണ്ട് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയും. ഈ ഗണേശപുരാണത്തിൽ ഇങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട അനവധി സ്ഥലങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് അത് ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്ന് നമുക്ക് ഒന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണേശപുരാണം അത്രയധികം ഇപ്പോൾ ഭാഗവതത്തിനോളോ ഭാരതത്തിനോളോ അല്ലെങ്കിൽ രാമായണത്തിനോളോ ഒന്നും സ്റ്റഡീഡ് അല്ലല്ലോ. അതുകൊണ്ട് ഇനിയൊരിക്കൽ നമ്മളിത് ഇവിടെ യജ്ഞമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും അതൊക്കെ കണ്ടുപിടിച്ചിട്ട് വരാം, ഈ ക്ഷേത്രങ്ങളൊക്കെ എവിടെ ഇരിക്കണം എന്ന്. കാരണം എന്താ വെച്ചാൽ വളരെ ആവശ്യമാണ്. ഗണപതി ഭക്തന്മാർക്ക് തീർത്ഥാടനം നടത്താനുള്ള സ്ഥലങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള തീർത്ഥങ്ങളാണ് ഇപ്പോൾ ഈ ചിന്താമണി തീർത്ഥം, അതേപോലെ തന്നെ ഈ ഗണേശ്വരപുരം ഇങ്ങനത്തെ സ്ഥലങ്ങൾ. ഒരു സിദ്ധിക്ഷേത്രം, തുടക്കത്തിൽ മധുകേടവന്മാരെ വധിക്കാൻ വേണ്ടി ഭഗവാൻ ഗുരുവായൂരപ്പൻ ഗണപതിയെ തപസ് ചെയ്ത സ്ഥലം എന്ന് പറയുന്ന സ്ഥലം. ഇതൊക്കെ കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇതൊക്കെ ഈ ഭൂമിയിൽ തന്നെയാണെന്നുള്ളത് ഉറപ്പാണ്. അപ്പം പുരാണങ്ങളിലല്ലാണ്ട് അങ്ങനത്തെ ക്ഷേത്രമാഹാത്മ്യങ്ങൾ വരില്ല. അപ്പോൾ ഈ ആകെ ചോദിച്ച വരവ് താത്ര ഗരുത്സമാധൻ, എനിക്ക് അങ്ങേ കണ്ടത് തന്നെയാണ് ഏറ്റവും വലിയ വരം. ഇതിലൊന്നും കൂടുതൽ കിട്ടാനില്ല. പക്ഷെ അങ്ങ് ഈ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്തിൽ എന്നും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു. തഥാസ്തു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, നിനക്ക് അതിശക്തനായിട്ടുള്ള ഒരു മകനുണ്ടാവും. അവൻ വലിയ പരാക്രമമുള്ളവനാവും. 3 ലോകങ്ങളിലും അവൻ പ്രശസ്തനാവും. കാലാന്തകനായിട്ടുള്ള ശ്രീപരമേശ്വരനായിരിക്കും അവനെ വധിക്കുക. ഈ പുണ്യക്ഷേത്രം സത്യയുഗത്തിൽ പുഷ്പകവനം എന്നുള്ള പേരിലും, ത്രേതായുഗത്തിൽ മണിപുരം എന്നുള്ള പേരിലും, ദ്വാപരയുഗത്തിൽ മാനകം എന്നുള്ള പേരിലും, കലിയുഗത്തിൽ ഭദ്രകം എന്നുള്ള പേരിലും അറിയപ്പെടും. ഇവിടെ സ്നാനം ചെയ്ത് ദാനധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ മംഗളങ്ങളും സിദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. ഇങ്ങനെ വരം കൊടുത്തതിന് ശേഷം ഗണപതി ഭഗവാൻ അന്തർധാനം ചെയ്തു. അതിനുശേഷം ഈ ഗൃത്സമത മഹർഷി ഒരു ക്ഷേത്രം അവിടെ പണി കഴിപ്പിച്ച് ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു. ആ വരപ്രദായകനായിട്ടുള്ള ഗണപതി ഭഗവാന്റെ വാസസ്ഥാനമായിട്ടുള്ള ആ ക്ഷേത്രത്തിനും പ്രദേശത്തിനും കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വരദം എന്നുള്ളൊരു പേര് കിട്ടിയെന്ന് ചില പാഠങ്ങളിൽ കാണുന്നുണ്ട്. ഗണേശപുരാണത്തിൻ്റെ എല്ലാ പാഠത്തിലും അത് കാണുന്നില്ല. പക്ഷേ ചില പാഠങ്ങളിൽ വരദം എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കിട്ടി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഗൃത്സമത മഹർഷിക്ക് ഭഗവാന്റെ 2 വരങ്ങളാണ് കിട്ടിയത്. വാസ്തവത്തിൽ 3 വരം. 1 ദർശനം തന്നെ കിട്ടി, 2 അവിടെ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ഉണ്ടായി, 3ാമത് വരം, അതായത് പുത്രൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള വരം കൊടുത്തു. അദ്ദേഹം അതുകൊണ്ടൊന്നും എന്താ പറയുക അഹങ്കരിക്കുകയോ ഒന്നും ചെയ്തില്ല. സദാ ഗണപതി ഭഗവാനെ സ്മരിച്ച് തപസ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. വീണ്ടും ആരാധന.
അങ്ങനെ ഇരിക്കണ കാലത്ത് ഒരു ദിവസം ക്ഷേത്രത്തിൻ്റെ അടുത്ത് അതിതേജസ്വിയായിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞ് കിടന്നുറങ്ങണം. ഒരു ദിവസം കാണുകയാണ്, അദ്ദേഹം രാവിലെ അമ്പലം തുറന്ന് അമ്പലത്തിൽ കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക തേജസ്സോട് കൂടിയിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തീക്കട്ട പോലെയുണ്ട്, അത്ര ചൈതന്യമുള്ളൊരു കുട്ടി. അവൻ കിടക്കുക, പക്ഷെ ഉണർന്നാണ് കിടക്കണം. അവന് എണീക്കാൻ പറ്റണില്ല. അരയ്ക്ക് കീഴ്പ്പെട്ടയ്ക്ക് ഒരു സ്വാധീനക്കുറവ്, എണീക്കാൻ പറ്റാണ്ട് ഇങ്ങനെ കിടക്കുക. നീ ആരാ, എവിടുന്നാ വന്ന്, നീ എന്താ ഇങ്ങനെ കിടക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി നല്ല സ്പഷ്ടമായിട്ടുള്ള ഭാഷയിൽ, കൊച്ചു കുഞ്ഞാ പക്ഷെ സ്പഷ്ടമായ ഭാഷയിൽ പറഞ്ഞു, മഹർഷേ, അങ്ങയുടെ ദിവ്യമായിട്ടുള്ള തേജസ്സിന്ന് ജന്മമെടുത്തിട്ടുള്ള മാനസപുത്രനാണ് ഞാൻ. അങ്ങയുടെ മാനസപുത്രനാണ് ഞാൻ, അങ്ങയുടെ തേജസ്സെന്നാണ് ഞാൻ ജന്മമെടുത്തിട്ടുള്ളത്. സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ എൻ്റെ കാലുകൾക്ക് ശക്തിയില്ല. ആ ശേഷി ഉണ്ടാവണ കാലം വരെ അങ്ങ് എന്നെ സംരക്ഷിക്കണം. അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം എന്ന് ഞാൻ എഴുന്നേറ്റ് നിൽക്കണോ അന്ന് തൊട്ട് പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഈ ലോകങ്ങളെ മുഴുവൻ ജയിക്കും. അച്ഛനായിട്ടുള്ള അങ്ങേക്ക് വലിയ കീർത്തിയെ ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. മഹർഷിക്ക് കുട്ടിയുടെ വാക്കൊക്കെ കേട്ടും കുട്ടിയുടെ രൂപം കണ്ടിട്ടുമൊക്കെ വലിയ ആശ്ചര്യം തോന്നി. കാരണം ഇങ്ങനൊരു കുഞ്ഞിനെ കണ്ടിട്ടില്ല, ഇത്ര തേജസ്സുള്ളൊരു കുട്ടി. അങ്ങനെ ആ കുഞ്ഞിനെ നോക്കി നിൽക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയുടെ ശാപം ഓർമ്മ വന്നു. അപ്പോൾ ഒരു പേടിയും വന്നു. ഇനി ഈ അസുര സ്വഭാവമുള്ള ഈ കുട്ടി ഇതായിരിക്കുമോ, ഇവനായിരിക്കുമോ ലോകത്തിന് ഉപദ്രവങ്ങളെ ചെയ്ത് അധർമ്മത്തെ ചെയ്യാൻ പോണത് എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. അദ്ദേഹം ഒന്നും പറയാണ്ട് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്കും പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എണീച്ച് നടക്കാൻ തുടങ്ങി. നടക്കുക മാത്രമല്ല, ദിവസം വരും ആ വിഗ്രഹരാജനായിട്ടുള്ള വരദനായിട്ടുള്ള ആ ഗണപതി ഭഗവാനെ, വരദരാജൻ എന്നാണ് ആ ഭഗവാന്റെ പേരവിടെ. സാധാരണ വരദരാജൻ വെച്ചാൽ മഹാവിഷ്ണുവാണ്, പക്ഷെ ഇവിടെ ഗണപതിക്കാണ് വരദരാജൻ എന്ന് പേര്. ആ ഭഗവാനെ അഭിഷേകം ചെയ്ത് പുഷ്പങ്ങളൊക്കെ കൊണ്ട് പൂജ കഴിക്കണം കണ്ടു ഈ കുട്ടി. ദിവസം രാവിലെ ആയാൽ കുട്ടി വന്നിട്ട് പൂജ കഴിക്കും. ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഹർഷി ബന്ധപ്പെട്ട് കുട്ടി അവിടെ ഒരു വൃക്ഷത്തിൻ്റെ താഴെ കണ്ണടച്ചിരുന്നിട്ട് തപസ് തുടങ്ങിയിരിക്കുന്നു. ഒന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, ആ കുഞ്ഞ് ഗണപതിയെ തപസ് ചെയ്യണം. ഘോരമായിട്ടുള്ള തപസ്. ത്രിൽസമതൻ എങ്ങനത്തെ നിരാഹാര വ്രതത്തിലുള്ള തപസ്സാണോ അനുഷ്ഠിച്ച് അതേപോലുള്ള തപസ്. അങ്ങനെ 15,000 വർഷം ആ തപസ് നീണ്ടു നിന്നു എന്നാണ് പറഞ്ഞു. ഒരു ദിവസം ഗണപതി ഉഗ്രമായിട്ടുള്ള ഗർജനത്തോട് കൂടിയിട്ട്, ഭഗവാന്റെ ഗർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയം ഉണ്ടാക്കണതാണ്. ഗണപതിയുടെ വീരകോപഭാവങ്ങൾ അധികം പറയാറില്ല പൊതുവിൽ. കാരണം ഭഗവാൻ വളരെ ശാന്തമൂർത്തിയായിട്ടാണ് നമ്മൾ സാധാരണ കാണുന്നത്, മംഗളമൂർത്തിയായിട്ടാണ് കാണുക. പക്ഷെ ഭഗവാന്റെ രൗദ്രഭാവം അനവധി കൈകളോടും അലറിക്കൊണ്ടും സിംഹാരൂഢനായിട്ട് യുദ്ധമൂർത്തിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയണം ഈ കുട്ടിയുടെ മുന്നിൽ. അങ്ങനെ അലറിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഈ കുട്ടി കണ്ണു തുറന്നു നോക്കി. ഭഗവാനെ കണ്ടിട്ട് ഉടനെ തന്നെ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ ഭഗവാൻ ആ വീരഭാവത്തോടു കൂടി തന്നെ പറഞ്ഞു, ഭക്താ, ഞാൻ നിന്നിൽ സംപ്രീതനാണ്, നിനക്ക് എന്ത് വരാ വേണ്ടത് എന്ന് പറഞ്ഞു. നട്ടല് വളച്ച് ഭഗവാന്റെ മുന്നിൽ അടിയാളനെ പോലെ നിന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ അളവില്ലാത്ത ഈ തേജസ്സും രൗദ്രതയും കണ്ടിട്ട് എനിക്ക് ഒരേ സമയം അത്ഭുതവും അതേസമയം പേടിയും തോന്നുന്നുണ്ട്. ഞാൻ ചെറിയ കുട്ടിയല്ലേ, എങ്ങനെയാ അങ്ങയെ സ്തുതിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങേക്ക് എന്നോട് എന്തെങ്കിലും കൃപ തോന്നുന്നുണ്ടെങ്കിൽ 3 ലോകങ്ങളെയും ജയിക്കാനുള്ള വരം നൽകിയിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. കാരണം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ഭഗവാനെ നമസ്കരിക്കുക, സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മൾ നമസ്കരിക്കണം. ശരിക്കും നമ്മൾ ചെന്ന് തൊഴുത് നമ്മുടെ വീട്ടിലത്തെയും നാട്ടിലത്തെയും സകല കാര്യം ആവശ്യവും പറഞ്ഞിട്ടാണ് നമ്മൾ വേണോ പ്രദക്ഷിണം അല്ലെങ്കിൽ വേണോ നമസ്കാരം എന്ന് ചിന്തിക്കുക. ശരിക്കും നേരെ തിരിച്ചാണ്. ഭഗവാനെ കണ്ടാൽ ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി അപ്പം വീണ് നമസ്കരിച്ചോളണം. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമസ്കരിക്കണം. ക്ഷേത്ര ഗോപുരം കണ്ടാൽ നമസ്കരിക്കണം എന്നാണ് പണ്ടത്തെ കാലത്ത്. കാരണം ഭഗവാന്റെ ശരീരം ഗോപുര, ഭഗവാന്റെ വിഗ്രഹമല്ല ഭഗവാന്റെ ശരീരം, വിഗ്രഹം ആത്മാവാണ്. ക്ഷേത്രം കണ്ടാൽ മതി, അത് ഭഗവാന്റെ ശരീരം എന്നാണ്. അപ്പോൾ കണ്ട അപ്പം നമസ്കരിച്ചോളണം. നമസ്കരിച്ചിട്ട് വേണം ഭഗവാന്റെ അടുത്ത്
സ്തുതിക്കാൻ, ഭഗവാനെ സ്തുതിച്ച് സന്തോഷിപ്പിക്കണം. അതിനുശേഷം എത്ര കാര്യസാധ്യം ചോദിക്കാൻ തന്നെ പാടുള്ളൂ എന്നാണ് പറയാം. അപ്പം ഇവിടെ കുട്ടി പറയാം, എനിക്ക് സ്തുതിക്കാൻ അറിയില്ല. സ്തുതിക്കാൻ അറിയാത്തതുകൊണ്ട് അങ്ങേക്ക് അപ്രിയമൊന്നും ഉണ്ടാവരുത്. എന്നിൽ കൃപ തോന്നിയിട്ട് അവിടുന്ന് എനിക്ക് വരം തരണം. 3 ലോകങ്ങളെയും ജയിക്കാനുള്ള വരമാണ് എനിക്ക് തരേണ്ടത്. ദേവന്മാരും മനുഷ്യരും അസുരന്മാരും രാക്ഷസന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും സർപ്പാദികളൊക്കെയും നാഗലോകം പോലും എൻ്റെ ചൊൽപ്പിടിയിൽ വരണം. ഇന്ദ്രാദി ലോകപാലകന്മാർ 8 ദിക്പാലകന്മാർ അല്ലെങ്കിൽ 10 ദിക്പാലകന്മാർ, മുകളിലും താഴെയും കൂടെ ചേർത്ത് 10 ദിക്പാലകന്മാരായി. ഈ ദശദിക്പാലകന്മാർ മുഴുവൻ എന്നെ ആശ്രയിച്ച് നിൽക്കണം. എല്ലാ സുഖസൗഭാഗ്യങ്ങളും എനിക്കുണ്ടാവണം. അതിനുശേഷം ഭഗവാനെ എനിക്ക് മുക്തിയും കിട്ടണം. എന്ത് ഗംഭീരമായിട്ടുള്ള വരാ ചോദിക്കണം. നോക്കൂ, ഹിരണ്യകശിപോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറയണ പോലെ എനിക്ക് മരണമില്ലാണ്ടിരിക്കണം എന്നൊന്നും പറയുന്നില്ല. അനുഗ്രഹമുള്ളവർ അസുരനാണെങ്കിലും ചോദിക്കേണ്ട രീതിയിൽ ഭഗവാന്മാരോട് ചോദിക്കും. അസുരനാവണത് ഒരു തെറ്റൊന്നുമല്ല, അത് ഭഗവാന്റെ നിശ്ചയമാണ്. പൂർവ്വകർമ്മം കൊണ്ടാണ് ഒരാൾ അസുരനാവണതും രാക്ഷസനാവണതും ഒക്കെ. പക്ഷേ ഉള്ളിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ അസുരനാണെങ്കിലും മോക്ഷമുണ്ട്, രാക്ഷസനാണെങ്കിലും മോക്ഷമുണ്ട്, ആരാണെങ്കിലും മോക്ഷമുണ്ട്. ഭഗവാന് പാർഷ്യാലിറ്റി ഒന്നുമില്ല. പരീക്ഷിച്ച് ചോദിക്കുമല്ലോ ഭാഗവതത്തിൽ, വൃത്രാസുരൻ്റെ കഥ കേട്ട് കഴിയുമ്പോൾ സങ്കടത്തോടു കൂടിയിട്ട് ചോദിക്കും. ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ശുഗബ്രഹ്മർഷിയുടെ അടുത്ത്. ഭഗവാൻ എന്താ ഈ പാർഷ്യാലിറ്റി? നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പിതാവല്ലേ, എല്ലാവർക്കും ഉള്ളതല്ലേ അദ്ദേഹം. ദേവനുള്ളതുപോലെ തന്നെ അസുരനും അദ്ദേഹം ഇല്ലേ, മനുഷ്യർക്കും ഇല്ലേ? എന്നിട്ടും എന്താ എപ്പോഴും അസുരന്മാരെ കൊല്ലണത്, ദേവന്മാരെ മാത്രം എന്താ ഈ രക്ഷിക്കണത് എന്ന് ചോദിക്കുമ്പോൾ ശുഗബ്രഹ്മർഷി പറയും, നീ ചോദിച്ച ചോദ്യം വളരെ ഉത്തമമായിട്ടുള്ള ചോദ്യമാണ്, മനോഹരമായിട്ടുള്ള ചോദ്യമാണ്. നമ്മളാണെങ്കിൽ ഒരു കുട്ടി ഇത് ചോദിച്ചാൽ പറയും, മിണ്ടരുത്, ഗുരുവായൂരപ്പൻ ദേഷ്യപ്പെടും, അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ തെറ്റായിട്ടുള്ള ചിന്തയിലേക്ക് മറിച്ചു വിടും. ആ കുട്ടിയുടെ ഉള്ളിൽ ആ ചോദ്യം കിടക്കും. ആ ചോദ്യമാണ് പിൽക്കാലത്ത് കുട്ടിയുടെ വിശ്വാസത്തിനെ തന്നെ തകർക്കുക. നമ്മുടെ വിചാരം ഭഗവാനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ കണ്ണുരുട്ടും പേടിപ്പിക്കുന്ന. ഭഗവാനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു വിഷയമേ അല്ല. ചോദ്യം ചോദിക്കാൻ നമ്മളെ പഠിപ്പിച്ചതേ ഭഗവാനാണ്. മഹാദേവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതെല്ലാം അപ്പടി വിഴുങ്ങരുത് എന്ന് സപ്തർഷികളുടെ അടുത്ത്. നിങ്ങളത് ഉരച്ചു നോക്കി അനുഭവത്തിൽ കൊണ്ടുവന്ന് പരീക്ഷിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉൾക്കൊണ്ടാൽ മതി. മഹാദേവൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് യോഗമാർഗത്തിലൊക്കെ പറയും. അപ്പോൾ ശുഗമഹർഷി പറയുന്നുണ്ട്, ഇതേ ചോദ്യം നിൻ്റെ മുത്തച്ഛൻ യുധിഷ്ഠിരൻ പണ്ട് ചോദിച്ചിട്ടുണ്ട് നാരദ മഹർഷിയുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ടാണ് നരസിംഹാവതാരത്തിൻ്റെ കഥ പറഞ്ഞത്. നരസിംഹാവതാരത്തിൻ്റെ കഥയിലേക്കുള്ള വഴി തുറക്കണത് ഈ ചോദ്യത്തിൽ കൂടെയാണ്. അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഞാനെപ്പോഴും സാധാരണ പ്രഭാഷണങ്ങൾ പറയാറുള്ളൊരു ഉപമയുണ്ട്. നമ്മളൊരു നദി ഒഴുകുകയാണ്. ആ നദിയിൽ നട്ടുച്ച നേരത്ത് ദാഹിച്ചു വലഞ്ഞിട്ട് ഒരു ദുഷ്ടനും ഒരു നല്ലവനും വെള്ളം കുടിക്കാൻ പോവുക. അപ്പം നദി ദുഷ്ടൻ്റെ അടുത്ത് പറയാണ്, സ്റ്റോപ്പ്, നീ കുടിക്കരുത്, നല്ലവൻ കുടിച്ചാൽ മതി എൻ്റെ വെള്ളം എന്ന് ഏതെങ്കിലും നദി പറയുമോ? ഒരിക്കലും പറയില്ല. ദുഷ്ടനാണോ നല്ലവനാണോ നോക്കാണ്ട പ്രകൃതി എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെയാണ് നമുക്കാണ് മനസ്സിൽ ദുഷ്ടൻ, നല്ലവൻ, ധർമ്മിഷ്ഠൻ, അധർമ്മി ഇങ്ങനത്തെയൊക്കെയുള്ള. പ്രപഞ്ചത്തിന് അങ്ങനത്തെ യാതൊരു കണക്കുമില്ല. എന്നാൽ ഈ ചെയ്യുന്നവൻ്റെ കർമ്മത്തിനനുസരിച്ചിട്ട് ഇവൻ അനുഭവിക്കുകയും ചെയ്യും. വിഭവങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അസുരനാണോ രാക്ഷസനാണോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല. ഭഗവാനോട് വൈരം വെച്ചാൽ അതേ വൈരത്തിൻ്റെ ഉൽപ്പന്നമാണ് വധം. ആ വധം കൊണ്ട് ഭഗവാൻ മോക്ഷം കൊടുക്കും. അതുകൊണ്ടാണ് നാരദ മഹർഷി ഒരു സൂചന ഇട്ട് കൊടുക്കുന്നുണ്ട് ഭാഗവതത്തിൽ. ഈ നവധാഭക്തി, ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദന, 9 തരം ഭക്തിയുടെ അപ്പുറത്തുള്ള ഈ വിദ്വേഷത്തിൻ്റെ ഭക്തി ഉണ്ടല്ലോ, ഭഗവാനെ ചീത്ത വിളിച്ചുകൊണ്ടുള്ളത്, അത് പെട്ടെന്ന് ഫലം തരണയാണ് യുധിഷ്ഠിര എന്നൊരു സൂചന പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റില്ല. നമ്മൾ സാധാരണക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ശിശുപാലനും ഹിരണ്യകശിപുവിനും രാവണനും ഒക്കെ സാധിച്ചത് അതാണ്. രാമായണത്തിൻ്റെ ചില വെർഷൻസിലുണ്ട്, രാവണൻ അവസാനം യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് മണ്ഡോദരിയുടെ ഉപദേശങ്ങളൊക്കെ കേട്ടതിന് ശേഷം പടച്ചട്ടയെ കണിഞ്ഞ് ഒരുങ്ങുന്ന നേരത്ത് ആലോചിക്കുന്നൊരു ആത്മകഥം, ഭഗവാനെ പോയിട്ട് നമസ്കരിച്ചാലോ? അദ്ദേഹം അഭയം തരും. വേണ്ട, അങ്ങനെയായ എനിക്ക് പെട്ടെന്ന് മോക്ഷം കിട്ടാനുള്ള സാധ്യത പോവും,
പോയി യുദ്ധം ചെയ്യാം. അന്നത്തെ യുദ്ധത്തിലാണ് മോക്ഷവും കിട്ടുന്നത്. കാരണം ഇനി കാത്തിരിക്കാൻ വയ്യ, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, മടുത്തു. 1999 കൊല്ലം കാത്തിരുന്നു ഭഗവാൻ വരാൻ വേണ്ടിയിട്ട്. 20,000 വയസ്സാണ് രാവണന്. അതിൽ അവസാനത്തെ ഒരു വർഷം രാവണൻ ഈ പറഞ്ഞ അബദ്ധമൊക്കെ കാണിച്ച് മരണം വരിച്ചുള്ളൂ. 1999 വർഷവും രാവണൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ ജീവിച്ച്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും വർഷം കാത്തിരുന്നില്ലേ ഭഗവാൻ വരാൻ, ഇനി എത്രയും പെട്ടെന്ന് മോക്ഷം കിട്ടണമെന്ന് പറഞ്ഞിട്ട് പോയി യുദ്ധമാണ് ചെയ്യുന്നത്. അല്ലാണ്ട് പോയിട്ട് ശരണാഗതി അടയുന്നില്ല. അപ്പോൾ ഇവിടെ അസുരനാണ്, ഭഗവാൻ അറിയാനിട്ടൊന്നുമല്ല. പക്ഷെ കൊടുക്കേണ്ട വരം പ്രകൃതിയുടെ ഒരു താളവും ക്രമമുണ്ട്. ആ ക്രമത്തിനെ ഈശ്വരന്മാർ പോലും മാറ്റിമറിക്കില്ല എന്നുള്ള, മനുഷ്യൻ മാറ്റിമറിക്കാൻ ശ്രമിക്കും. എനിക്ക് വോളി ഒന്ന് കൂട്ടിത്തരാൻ പറ്റും കുറച്ച്? ഈ ഫീഡ്ബാക്ക് സ്പീക്കറിൻ്റെ നാദസ്വരമുള്ളതുകൊണ്ടേ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടുന്നില്ല, ശബ്ദം അറിയാണ്ട് കയറി. അപ്പോൾ ഭഗവാൻ അവസാനം ആ കുഞ്ഞ് പറഞ്ഞ വരി കേട്ടിട്ടാണ് ഏറ്റവും സന്തോഷിച്ചത്. എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം എനിക്ക് മുക്തിയും വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭഗവാൻ വലിയ സന്തോഷമായി. ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് വാസ്തവത്തിൽ പേടിയോ? നീ പറയണു നീ എന്നെ കണ്ട് പേടിക്കണമെന്ന്. എൻ്റെ ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ സാധാരണ ആർക്കും ബോധം പോലും ഉണ്ടാവില്ല. നിൻ്റെ അച്ഛൻ പോലും പണ്ട് എൻ്റെ രൂപം കണ്ട് ബോധം കെട്ട് വീണിട്ടുണ്ട്. ഗണപതിയുടെ യഥാർത്ഥ രൂപം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല. അത്ര ഭീമാകാരവും തേജസ്സുറ്റതുമായിട്ടുള്ള ശരീരമാണ് ഭഗവാന്റെ. നിനക്ക് ഭയമേ ഇല്ല, നീ ഭയരഹിതനാണ്. അതുകൊണ്ട് നീ ത്രിലോകാധിപതിയായിട്ട് ഭവിക്കും. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള 3 മഹാനഗരങ്ങൾ ഞാൻ നിനക്ക് തരണു. ആ പുരങ്ങൾ സംഹരിക്കുന്നതിന് സാക്ഷാൽ ശ്രീപരമേശ്വരനല്ലാണ്ട് വേറെ ആർക്കും ശക്തി ഉണ്ടാവില്ല. 3 പുരങ്ങളും ആ കൈലാസനാഥനായിട്ടുള്ള മഹാദേവൻ ഒറ്റ ബാണം കൊണ്ട് ഭേദിച്ച് നിന്നെ സംഹരിക്കും. ഈ ത്രിപുരങ്ങളുടെയും അധിപതി നീയായതുകൊണ്ട് നിനക്ക് ത്രിപുരൻ എന്ന് പേര് ഞാൻ നൽകണു എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. നമ്മൾ മറ്റു പുരാണങ്ങളിൽ കാണുന്ന ത്രിപുരദഹന കഥയുടെ പൂർവ്വകഥയിൽ അതിൻ്റെ ആ ത്രിപുരൻ്റെ കഥ വ്യത്യാസമുണ്ട്. ഗണേശപുരാണത്തിൽ ഇങ്ങനെയാണ്, ഒരാളാണ്. മറ്റേത് കഥകളിലൊക്കെ താരകാസുരൻ്റെ മക്കളായിട്ടുള്ള 3 ആൺകുട്ടികളാണ്. വിദ്യുന്മാലി, താരകാക്ഷൻ തുടങ്ങിയിട്ടുള്ള 3 പേര്. അവർ 3 പേർക്കും ഓരോ പട്ടണം, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും. അതിനെ ഏകാസ്ത്രം കൊണ്ട് അഭിജിത്ത് എന്ന് പറയുന്ന മുഹൂർത്തത്തിൽ ഭഗവാൻ നാരായണനെ അസ്ത്രമാക്കിയിട്ട് ഭേദിച്ച് കളഞ്ഞ കഥയാണ് ത്രിപുരദഹനം കഥ. ശരിക്കും ശിവപുരാണത്തിലൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു കഥയാണ്. ഒരസുരനേ ഉള്ളൂ. മാത്രമല്ല ഗൃത്സമതൻ്റെ പുത്രനായിട്ടാണ് ഗണേശപുരാണത്തിൽ. ഇപ്പോൾ ഇതൊന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന അർത്ഥം ഒറ്റൊന്നേ ഉള്ളൂ. സത്വം, രജസ്, തമസ് എന്നുള്ള ഈ 3 ഗുണങ്ങളെയാണ് ഈ 3 പുരങ്ങളായിട്ട് പറയണത്. ഇതിൻ്റെ ശക്തിയുടെ അഹങ്കാരത്തിലാണ് ലോകം കീഴടക്കാൻ നമ്മൾ നടക്കുന്നത്. അതിനെ പ്രാണായാമമാകണ വിദ്യ കൊണ്ട്, ശ്വാസക്രിയയാകണ ഒരു വിദ്യ കൊണ്ട്, ആ വിദ്യ നമ്മൾ പാശുപത വിദ്യ എന്ന് പറയും. പാശുപതാസ്ത്രം വാസ്തവത്തിൽ ഒരമ്പോ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതോ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിട്ടൊരു അസ്ത്രമൊന്നുമല്ല. പാശുപതാസ്ത്രം ഒരു വിദ്യയാണ്, ശ്വാസവിദ്യയാണ്. എല്ലാ ജീവൻ്റെയും മുകളിൽ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അതിന് പാശുപതം, പശുപതി എന്ന് പറഞ്ഞാൽ ജീവൻ്റെ അധിപതി. ആ ആധിപത്യം നൽകാൻ കിട്ടാൻ സാധിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ പാശുപത വിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ പാശുപതാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവനിൽ ആധിപത്യം കിട്ടും. അതുകൊണ്ടാണ് അത് സാധാരണ ജീവനിലേക്ക് പ്രയോഗിക്കരുത് എന്ന് പറയണത്. സാധാരണ മനുഷ്യരുടെ നേരെയൊന്നും പാശുപതാസ്ത്രം പ്രയോഗിക്കാൻ പറ്റില്ല. അർജുനൻ വാങ്ങി വെച്ചു എന്നേ ഉള്ളൂ, ഒരിക്കലും പ്രയോഗിച്ചില്ല. പ്രയോഗിക്കാൻ സമയം കിട്ടിയില്ല, അതിനുള്ള അവസരവും വന്നില്ല. അത്ര ഭീകരന്മാരായിട്ടുള്ള അഭൗമമായിട്ടുള്ള ശക്തിയുള്ള ആൾക്കാർക്കാണെങ്കിൽ മാത്രമേ പാശുപതം പ്രയോഗിക്കാൻ പാടുള്ളൂ. സാധാരണക്കാരിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകം തന്നെ കത്തി നശിച്ച് നഷ്ടപ്പെട്ടു പോകും. എലിയെ കൊല്ലാൻ ഇല്ലം ചുട്ട അവസ്ഥയാവും. അപ്പോൾ ഇവിടെ ഭഗവാൻ ഗണപതി ഭഗവാനും ഗൃത്സമതപുത്രനായിട്ടുള്ള ത്രിപുരനും കൂടെയുള്ള ഈ സംഭാഷണവും ശിവപുരാണത്തിലുള്ള കഥയും കൂടെ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല എന്ന് പറയുക. ഞാൻ അന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. തത്വം മാത്രം എടുത്താൽ മതി.
ഇങ്ങനെ വരം കൊടുത്തിട്ട് ഗണപതി ഭഗവാൻ അപ്രത്യക്ഷനായി. ആ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് ധൃവരാസുരൻ 16 ഉപചാരങ്ങളോട് കൂടിയിട്ട് ഷോഡശോപചാര പൂജ ചെയ്തു. അതിനുശേഷം ലോകങ്ങളെ ജയിക്കാനായിട്ട് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് എല്ലാ അസുരന്മാരും തങ്ങൾക്കൊരു പുതിയ നേതാവിനെ കിട്ടിയതുകൊണ്ട് കൂടെ കൂടി. അങ്ങനെ കോടിക്കണക്കിന് അസുരന്മാരുടെ ഒരു സൈന്യം ത്രിപുരനുണ്ടായി. അവർ ഭൂമിയും സ്വർഗവും പാതാളവും ക്രമാനുക്രമമായിട്ട് കീഴടക്കി. ദേവന്മാരുടെ ഒപ്പം ഇന്ദ്രൻ എവിടെയോ പോയിട്ട് ഓടി ഒളിച്ചു. ബ്രഹ്മാവ് താമരപ്പൂവിൻ്റെ ഉള്ളിൽ കയറി, താനിരിക്കണ മഹാവിഷ്ണുവിൻ്റെ നാഭീപത്മത്തിൻ്റെ ഉള്ളിലെ നാളത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒളിച്ചു, ഇവനെ പേടിച്ചിട്ട്. സൃഷ്ടി പോലും നിന്നുപോയി. ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ പാൽക്കടലിൽ യോഗനിദ്രയിൽ ആണ്ടും പോയി. ആ സമയത്താണ് ലോകത്തിനെ ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ പുരങ്ങളിൽ കയറിയിട്ട് മായയുടെ 3 പ്രധാന ടൂൾസാണ്. മായ എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിനെ മുഴുവൻ മയക്കുന്ന ഏതൊരു വസ്തുവുണ്ടോ, അല്ലെങ്കിൽ ആത്മാവിനെ മറയ്ക്കുന്ന ഏതൊരു വസ്തുവുണ്ടോ, ആ മായയുടെ 3 ഉപകരണങ്ങളാണ് ഈ പറയുന്ന 3 സത്വ രജ തമോ ഗുണങ്ങളെന്ന് പറയണം. അങ്ങനെ 3 ലോകങ്ങളെയും ഇവൻ ജയിച്ച് എല്ലാവർക്കും ദ്രോഹത്തെ ചെയ്ത് ത്രിപുരാസുരൻ്റെ അത്ഭുത ശക്തി പ്രപഞ്ചം മുഴുവൻ ആഞ്ഞടിച്ചു എന്നാണ് പറഞ്ഞത്. അവന് 2 ആൺമക്കളുണ്ടായി. ഒരാളുടെ പേര് ചണ്ഡൻ, വേറൊരാളുടെ പേര് പ്രചണ്ഡൻ. ചണ്ഡനെ വൈകുണ്ഠത്തിലും അതേമാതിരി പ്രചണ്ഡനെ ബ്രഹ്മലോകത്തിലും രാജാക്കന്മാരായിട്ട് വാഴിച്ചു എന്ന് പറയണു. അങ്ങനെ വാഴിച്ച് 3 ലോകങ്ങളെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടും എല്ലാത്തരം അധികാരങ്ങൾ കിട്ടിയിട്ടും ത്രിപുരാസുരന് തൃപ്തി ഉണ്ടായില്ല. അവൻ്റെ അടുത്ത ലക്ഷ്യം കൈലാസമായിരുന്നു. മഹാദേവനെ തപസ് ചെയ്യാൻ തുടങ്ങി. തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, ത്രിപുര നിനക്ക് എന്ത് വരാ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത വഴിക്ക് പറഞ്ഞു, അങ്ങ് കൈലാസം ഉപേക്ഷിച്ചിട്ട് മന്ദരഗിരിയിലേക്ക് പോകണം, കൈലാസം എനിക്ക് ഒഴിഞ്ഞു തരണം. അതാണ് അവൻ ചോദിച്ച വരം. അങ്ങനെ ഭക്തന്മാർ ചോദിക്കുന്നതൊക്കെ കൊടുക്കുന്ന ആളാണ് മഹാദേവൻ. ഭഗവാൻ ഉടനെ തന്നെ ശരി നീ കൈലാസം എടുത്തോ എന്ന് പറഞ്ഞ് കൈലാസത്തെ കൊടുത്തിട്ട് മന്ദരഗിരിയിലേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ കൈലാസത്തിലും സത്യലോകത്തും വൈകുണ്ഠത്തിലും പ്രപഞ്ചം മുഴുവനും സ്വർഗലോകത്തിലും ഭൂമിയിലും പാതാളത്തിലും ഒക്കെ ഈ ത്രിപുരൻ്റെ അസുര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പറയണം. ഇതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട്. സാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള ഒരാളാണ് വൈകുണ്ഠം കണ്ടവനും കൈലാസം കണ്ടവനും സത്യലോകം കണ്ടവൻ എന്നൊക്കെ പറയണത്. അവിടെ പോലും സത്വരജസ്തമോ ഗുണങ്ങളുടെ സ്വാധീനം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ടാവും, മഹാത്മാക്കളായിട്ട് ജനിക്കും, അല്ലെങ്കിൽ തപസ്സുകൊണ്ട് മിടുക്കന്മാരാവും. അപ്പോഴേക്കും 4-5 അനുയായികൾ വരും, കുറേ ആൾക്കാർ വരും, ഒരാശ്രമം സ്ഥാപിക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കും. പിന്നെ അവസാനം ഈ അനുയായികളുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. ഒന്നും മിണ്ടാൻ പറ്റില്ല. യഥാർത്ഥ ഒരു ഭക്തനെയോ ഒരു ശിഷ്യനെയോ കാണാൻ സാധിക്കില്ല. അവർക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാണ്ട് ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇങ്ങനെ ദന്തഗോപുരങ്ങളിൽ തളയ്ക്കപ്പെടുന്ന അതിശക്തരായിട്ടുള്ള സാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള എത്രയോ ഗുരുക്കന്മാർ പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ട്. അവർക്ക് വരുന്ന അവസ്ഥയാണ്. കാരണം അവരുടെ സഹസ്രാരത്തിൽ പോലും ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ സ്വാധീനം വരുന്നു കാണിക്കാനാണ് വൈകുണ്ഠത്തിലും കൈലാസത്തിലും ബ്രഹ്മലോകത്തും ഒക്കെ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഗുണം വരും എന്ന് പറയാനാണ് ഈ ത്രിപുരൻ്റെ സ്വാധീനം വന്നു എന്ന് പറയണത്. ഈ കഥകളൊക്കെ ഇന്നും നടക്കണേണ്. സാക്ഷാത്കാരം കിട്ടിയവൻ പോലും വഴിതെറ്റി പോകുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആളും കൂട്ടും 10 പേര് വന്ന് നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, നമ്മളൊരു സംഭവമായി എന്ന് തോന്നും. അതാണല്ലോ ഈ അഘോരികൾ ഒരു സ്ഥലത്തും 2 ദിവസത്തിൽ കൂടുതൽ താമസിക്കില്ല. അഘോരികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരാളുടെ കർമ്മമൊന്നും നോക്കില്ല. അവർ ഒരു വ്യക്തി വന്നിട്ട് വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കർമ്മത്തെ സ്വീകരിച്ചിട്ട് തങ്ങളുടെ തപസ്സിൻ്റെ ഒരു അംശം കൊടുത്തിട്ട് അവരെ രക്ഷിക്കും. അവരുടെ മലമൂത്രങ്ങൾക്ക് പോലും സുഗന്ധമായിരിക്കുന്ന പറയുക. കാരണം പ്രപഞ്ചത്തിലെല്ലാം ശിവനാണെങ്കിൽ എന്തിനെ അറയ്ക്കും എന്നാണ് ചോദിക്കുക. അവർ അറയ്ക്കാനൊന്നുമില്ല. എല്ലാം ശിവമയാണെങ്കിൽ പ്രപഞ്ചത്തിൽ അശുദ്ധ വസ്തു എന്നൊന്നുമില്ല. എന്ത് ഭിക്ഷ കിട്ടിയാലും കഴിക്കും.
ചീഞ്ഞളിഞ്ഞ് പുഴുവരിക്കണ പന്നിമാംസം കൊടുത്താൽ പോലും ഭക്ഷിക്ക് വരും. ശ്മശാനങ്ങളിൽ ജീവിക്കും. എല്ലാം ശിവനായിട്ടാണ് കാണുക. അതുകൊണ്ട് മനുഷ്യൻ, സാധാരണ സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ ശരിയല്ല അറയ്ക്കണു എന്ന് പറയണ വസ്തുക്കൾ പോലും അതും ഭഗവാനല്ലേ, ബ്രഹ്മമയല്ലേ പ്രപഞ്ചം. അപ്പം ശരിയായിട്ടുള്ള ബ്രഹ്മബോധത്തിൻ്റെ ഉയർന്ന അവസ്ഥയാണ് അഘോരം. അവർ എവിടെ ഇരുന്നാലും അത്ഭുതങ്ങൾ സംഭവിക്കും. നാച്ചുറലി ആൾക്കാർ വന്ന് നമസ്കരിക്കും. അതുകൊണ്ട് അവർ 2 ദിവസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്തിരിക്കില്ല. കാരണം ആരെങ്കിലും വന്ന് നമസ്കരിച്ചിട്ട് ഇനി അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ഈ നേടിയതൊക്കെ നഷ്ടമാവും. അതുകൊണ്ട് അവർ ആ സ്ഥലം വിട്ട് എത്രയും പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പറയുക. അപ്പം ഇവിടെ മഹാദേവനെ കൈലാസത്തുനിന്ന് നിഷ്കാസിതനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് സഹസ്രാരം ഉണർത്തിയിട്ട് എന്താ കാര്യമെന്ന്. ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് സഹസ്രാരം ഉണർത്തിയിട്ടും യോഗശക്തി നേടിയിട്ടും എന്ത് കാര്യം എന്നാ ചോദിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതിനെ എങ്ങനെ യോഗി തിരിച്ചു പിടിക്കണം? ശ്വാസത്തിനെ സൂക്ഷ്മമാക്കിയിട്ട് തിരിച്ചു പിടിക്കണം. അതാണ് അസ്ത്രം വരണത്. അതിന് എന്തൊക്കെ പണികളുണ്ടെന്ന് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഇപ്പോൾ ശിവപുരാണം ഞാൻ അന്ന് മുതുവറ പറഞ്ഞപ്പോൾ വിസ്തരിച്ചിട്ട് ഒരു ദിവസമായിട്ട് എടുത്തിട്ടാണ് ത്രിപുരദഹനം മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അത് അത്രയും വ്യാഖ്യാനിച്ച് ശ്രദ്ധിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അതിനോട് നമ്മൾ ജസ്റ്റിസ് ചെയ്യണില്ല. വെറുതെ ഒരു കഥയല്ല ത്രിപുരദഹനം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പാലാഴിമഥനം പോലെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു യോഗക്രിയയാണിത്. പാലാഴിമഥനം ഒരു സാധകൻ എങ്ങനെ യോഗിയാവുന്നു, സാക്ഷാത്കാരം നേടുന്നു എന്നുള്ള കഥയാണെങ്കിൽ ത്രിപുരദഹനം എന്ന് പറയണത് യോഗി ആയവൻ അതിന്ന് താഴേക്ക് വീണിട്ട് വീണ്ടും തിരിച്ചു കയറി വരുന്ന വിദ്യയാണ്. ഗീത ജീവിതത്തിൽ ജയിക്കാനുള്ള വിദ്യയാണെങ്കിൽ ജീവിതത്തിൽ ജയിച്ചവന് സാക്ഷാത്കാരം കിട്ടേണ്ട വിദ്യയാണ് ഉദ്ധവഗീത. ഈ ക്രമത്തിൽ വേണം ഇത് പഠിക്കാൻ. പാലാഴിമഥനം നന്നായിട്ട് തത്വാർത്ഥത്തിൽ മനസ്സിലാക്കിയവനെ ത്രിപുരദഹനം മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഇത് വിഷ്ണുവിൻ്റെ കഥ, അത് ശിവൻ്റെ കഥ ഞാൻ കേൾക്കില്ല, അല്ല ഇത് ശിവൻ്റെ കഥ മാത്രമേ ഞാൻ കേൾക്കുള്ളൂ, ഞാൻ വിഷ്ണുവിൻ്റെ കഥ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനെ മഹാദേവനെ വരെ പുറത്താക്കിയിട്ട് അവൻ ലോകം മുഴുവൻ അസുര സാമ്രാജ്യം സ്ഥാപിച്ചു. ത്രിപുരാസുരനെ പേടിച്ചിട്ട് പർവ്വതങ്ങളിലെ ഗുഹകളിലും കൊടിമുടികളിലും ഒക്കെ പോയിട്ട് ഇന്ദ്രാദികൾ ഓടി ഒളിച്ച് അവരുടെ ദുർവിധിയെ ഇങ്ങനെ പഴിച്ചുകൊണ്ടിരുന്നു. എത്ര കാലം ഇങ്ങനെ ഒളിച്ചിരിക്കണം എന്ന് അറിയേണ്ടി വരില്ല. സ്വൈര്യം ഇല്ലാണ്ടായി, സമാധാനം ഇല്ലാണ്ടായി. ദേവന്മാർ പലതും ആലോചിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സർവസാക്ഷിയായിട്ടുള്ള നാരദ മഹർഷി അവിടെ വരും. മഹർഷിയുടെ അടുത്ത് വിഷമം പറയും. അവർക്ക് വലിയ സന്തോഷം തോന്നും, ഒരു ആശ്വാസം തോന്നും. നമുക്കങ്ങനെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ, നന്മ മാത്രം നമുക്ക് ആഗ്രഹിക്കുന്ന ഒരാൾ വരുമ്പോൾ നമ്മൾ എത്ര സങ്കടത്തിലാണെങ്കിൽ ആ ആളെ കണ്ടാൽ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാവും. ചില ആൾക്കാരെ നമുക്ക് പരിചയമില്ലെങ്കിൽ അവരെ കണ്ടാൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. ചില ആൾക്കാരെ നമുക്ക് എത്ര പരിചയം ഉണ്ടെങ്കിലും അവർ വരണ കണ്ടാൽ തന്നെ നമ്മൾ പറയും ഇതാ വരുന്നുണ്ട്, ഇന്നത്തെ ദിവസം പോയി എന്ന് പറയും. അത് ഓരോരുത്തർ കൊണ്ടുവരുന്ന വൈബ്രേഷനാണത്. കാരണം അവരുടെ മനസ്സാണ് അവരുടെ ഓറയിലുള്ളത്. അതവിടെ ചിലപ്പോൾ ആശ്വാസം കൊടുക്കും, ചിലപ്പോൾ ഉള്ള വിഷമത്തിനെ 10 ഇരട്ടിയാക്കും. ചില ആൾക്കാരുണ്ട് ഈ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരെ കാണാൻ വന്നു കഴിഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞാൽ വൈകാണ്ട് ആ രോഗി മരിക്കും. കാണാൻ വന്നാൽ മതി, വെറുതെ കണ്ടിട്ട് പോയാൽ മതി, ആ രോഗി പോവും. ഇന്ദുഗോപൻ്റെ ഒരു ചെറുകഥയുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർ ഇന്ദുഗോപൻ്റെ ചെറുകഥാകൃത്തും നോവലിസ്റ്റും ഒക്കെയാണല്ലോ അദ്ദേഹം. ഈ അടുത്ത കാലത്ത് കൂടെ അത് ആരോ സിനിമയാക്കാൻ നടക്കുന്നുണ്ടായിരുന്നു. എറണാകുളം ഭാഗത്ത് ശരിക്കുണ്ടായിരുന്ന ഒരാളാണ്. വീട്ടിൽ വയ്യാത്ത അച്ഛനും അമ്മയും കിടപ്പായിട്ട് എണീക്കാൻ പോലും വയ്യാണ്ട കിടക്കണ വീടുകളിൽ ഇയാളെ വിളിച്ചുകൊണ്ട് പോയിട്ട് കാണിക്കും അവരെ. ഇയാൾ വന്നു പോയാൽ ആൾ മരിക്കും. അങ്ങനെ മക്കൾ കാശ് കൊടുത്ത് കൊണ്ടുപോകും ഇയാളെ. ഇയാൾ സ്വയം വിചാരിക്കേണ്ട എൻ്റെ ജീവിതം എത്ര നികൃഷ്ടമായിട്ടൊരു ജീവിതമാണെന്ന്. ഇയാളവിടെ ബോട്ടിൻ്റെ സ്രാങ്കം എന്തോണ്. പക്ഷേ ഏതെങ്കിലും ഒരു വീട്ടിൽ കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ ഇയാളൊരു കോൺട്രാക്റ്റ് പോലെയാണ്. ഇയാളെ വിളിച്ചോണ്ട് പോകും, ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു പൈസയൊക്കെ കൊടുത്ത് കൊണ്ടുപോയിട്ട് വെറുതെ ചെന്നിട്ട് ഈ രോഗിയെ കാണുക. ആ മുറി ചെന്നൊന്ന് കണ്ടിട്ട് ഇയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി മരിക്കും. അങ്ങനൊരു കഥാപാത്രത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അവസാനം അയാളുടെ ജീവിതം ഇങ്ങനെയാക്കിയ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഒരാളെ കാണാൻ അയാൾ കിടപ്പിലപ്പോൾ അയാളുടെ മക്കൾ വന്നിട്ട് ഇയാളെ വിളിച്ചോണ്ട് പോകും. ഒരു വല്ലാത്ത സ്റ്റോറി അത്. അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അതിന് കാരണം നമ്മളിലൊക്കെ ഓരോ ഓറയുണ്ട്, നമ്മൾ കൊടുക്കുന്നൊരു വൈബ്രേഷനുണ്ട്. അപ്പോൾ ഇവിടെ നാരദ മഹർഷിയെ കണ്ടപ്പോൾ ഇവർക്ക് വലിയ സന്തോഷമായി. മഹർഷിയുടെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് ഈ ത്രിപുരൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക ചോദിക്കാൻ പറയും. ബുദ്ധിമുട്ടാണ്.
കാരണം ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അവൻ ഈ വരം നേടിയിട്ടുള്ളതും ഈ ബലമൊക്കെ നേടിയിട്ടുള്ളതും. ഗണപതി അതിക്രമിക്കാൻ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഗണപതിയെ തന്നെ നിങ്ങളും പ്രാർത്ഥിക്കുക, എന്നിട്ട് ഭഗവാനോട് ചോദിക്കുക എന്താ വഴി. അതായത് ഒന്നുമില്ലെങ്കിൽ വരം കൊടുത്തിട്ടുള്ള ഒരാൾ, നമ്മളെ ശത്രുഭാവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അതിശക്തനായിട്ടുള്ള ഒരാളെ അയാളെ അതിക്രമിക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ അയാളെ ശക്തനാക്കിയ ആളെ നമ്മൾ സേവിക്കുക. അതല്ലെങ്കിൽ അയാളോട് തന്നെ ചോദിക്കുക നിങ്ങളെ നശിപ്പിക്കാൻ എന്താ വഴി. ഇത് ഇങ്ങനെ രണ്ട് മാർഗ്ഗമേ ഈ ലോകത്തുള്ളൂ, അല്ലാണ്ട് നശിപ്പിക്കാൻ സാധിക്കില്ല. കാക്കശ്ശേരി ഭട്ടതിരിയെ വളർത്തിക്കൊണ്ടുവന്നതും അല്ലെങ്കിൽ ജന്മം കൊടുക്കാൻ കാരണമാക്കിയതും തന്നെ കേരളത്തിൽ രേവതി പട്ടത്താനത്തിൽ അന്യദേശത്തു നിന്നുള്ള പണ്ഡിതനായിട്ടുള്ള ഉദ്ദണ്ഡ ശാസ്ത്രികൾ വന്നിട്ട് സമ്മാനം മേടിച്ചുകൊണ്ട് പോകും. സാമൂതിരി എന്നും കളിയാക്കും കേരള ബ്രാഹ്മണരെ, നിങ്ങൾ ഒരാൾ പോലും ഇല്ലല്ലോ ഈ സമ്മാനം വാങ്ങാൻ, പുറത്തുനിന്നുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ആ അപമാനം താങ്ങാണ്ട് അക്കാലത്ത് ഗർഭിണിയായിരുന്ന ഒരു അന്തർജനത്തിന് പുരുഷസൂക്തം ചൊല്ലിയിട്ട് വെണ്ണ കൊടുത്ത് അവർ പ്രസവിച്ചാണ് കാക്കശ്ശേരി. 8 വയസ്സുള്ള കുട്ടി പോയിട്ട് ഉദ്ദണ്ഡ ശാസ്ത്രിയെ തോൽപ്പിച്ചു. ആ പ്രസിദ്ധമായിട്ടുള്ള കഥ പല പ്രഭാഷണത്തിൽ ഞാൻ പറയാറുണ്ട്. ആകാരോ ഹ്രസ്വഹ എന്ന് പറഞ്ഞു, ആ കാഴ്ചയിൽ ചെറുതാണെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു നെഹി നെഹി അകാരോ ഹ്രസ്വഹ ആകാരോ ദീർഘ എന്ന് അക്ഷരമാല വെച്ചിട്ട്, അകാരമാണ് ചെറുത്, ആകാരം വലുതാണെന്ന് എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഭട്ടതിരി കാക്കശ്ശേരി തോൽപ്പിച്ചു. ഉദ്ദണ്ഡൻ കേരളം വിട്ട് ഓടിപ്പോയി. പക്ഷേ കാക്കശ്ശേരി സമയാസമയത്തിന് സന്ധ്യാവന്ദനം ചെയ്യില്ല, ജാതി നോക്കില്ല, എല്ലാവരോടെയും കളിക്കും, ഊണ് കഴിക്കും, കിടന്നുറങ്ങും. പുള്ളിക്ക് ജാതി ചിന്തയെ ഒട്ടുമില്ല. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഒരാൾ, ഇത്രയും പണ്ഡിതനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്താൽ സമൂഹത്തിൽ അത് പ്രശ്നം ഉണ്ടാക്കും എന്നും പറഞ്ഞിട്ട് അക്കാലത്ത് ഈ കേരള ബ്രാഹ്മണരായിട്ടുള്ള ആ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർ ഇദ്ദേഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള മന്ത്രവാദങ്ങളും അതേമാതിരി തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഉപജാപങ്ങളും ഒക്കെ ചെയ്തു നോക്കി, രക്ഷ കിട്ടിയില്ല. അവസാനം ഇവർ തീരുമാനിച്ചു കാക്കശ്ശേരിയോട് തന്നെ ചോദിക്കാം, നിങ്ങളെ എങ്ങനെയാണ് ഒതുക്കുക. അങ്ങനെ അദ്ദേഹത്തിനെ ഒരു ദിവസം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ അദ്ദേഹം തൊഴുതിട്ട് പ്രദക്ഷിണമായിട്ട് വരുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി ചോറ്റാനിക്കരമ്മയായിരുന്നു, തൊഴുതിട്ട് വരുന്ന സമയത്ത് അവർ ചെന്നിട്ട് ഒരു ശ്ലോകത്തിൽ ചോദിച്ചു ആപതി കിങ്കരണീയം, ആപത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇതിന് മറുപടിയായിട്ട് പറഞ്ഞു സ്മരണീയം ചരണയുഗളം അമ്പായാം, അമ്മയുടെ തൃപ്പാദങ്ങളെ സ്മരിച്ചാൽ മതി. അദ്ദേഹത്തിന് മനസ്സിലായി തനിക്കിട്ട് പണി തരാനാണ് ഈ ചോദിക്കണമെന്ന്. അമ്മയെ ധ്യാനിച്ചാൽ മതി, അമ്മ വേണ്ടത് ചെയ്തു തന്നോളെന്ന് പറഞ്ഞു. ഇവർ ചോറ്റാനിക്കരയിൽ ഭജനം തുടങ്ങി കാക്കശ്ശേരിയെ നശിപ്പിക്കാൻ. അങ്ങനെ ആ ഭജനം കാലം കൂടുന്ന ദിവസം എവിടുന്നോ ഭ്രാന്തനെ വാരി ഒരു ഒറ്റത്തോർത്ത് കൊടുത്തിട്ട് കാക്കശ്ശേരി വന്നിട്ട് എല്ലാവരെയും നോക്കി ദേവിയെ തൊഴുതിട്ട്, ഇന്ന് നമ്മൾ പടിഞ്ഞാറ് വശത്ത് കൂടെ ഉള്ളിലേക്ക് ആ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ദേവസ്വത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ പണ്ട് ഒരു ഗുഹയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ ഗുഹാമുഖത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. കാക്കശ്ശേരി പിന്നെ ആരും കേരളത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹം പിന്നീട് മൂകാംബികയിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആരും കണ്ടിട്ടില്ല. അങ്ങനെ കാക്കശ്ശേരിയെ കൊണ്ടുള്ള ശല്യം അവർ ഒഴിവാക്കി. അങ്ങനെ ഒരാൾ ഇവിടെ നടന്ന് ഇനി ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, ജാതി വ്യവസ്ഥയൊന്നും തകർക്കണ്ട എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പം ഇവിടെ ഗണപതിയുടെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് ത്രിപുരനെ വധിക്കാനുള്ള മാർഗം കണ്ടെത്തിക്കോളൂ എന്ന് പറഞ്ഞു. ദേവന്മാരെ ഉപദേശിച്ച ശേഷം നാരദ മഹർഷി തൻ്റെ സഞ്ചാരം വീണ്ടും തുടർന്നു. ദേവന്മാർ ഗണേശനെ പൂജിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് മൂലവിഗ്രഹം പ്രതിഷ്ഠിച്ചു. 16 ഉപചാരങ്ങളോട് കൂടിയിട്ടും പൂജിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭഗവാനെ സ്തുതിച്ചു. ആചാര്യൻ നേരത്തെ ആ സ്തുതി ഇവിടെ വിസ്തരിച്ച് വായിക്കേണ്ടായി. നമോ നമസ്തേ പരമാർത്ഥരൂപ, നമോ നമസ്തേ അഖിലകാരണായ, നമോ നമസ്തേ അഖിലകാരകായ, സർവേന്ദ്രിയാണാമതിവാസിനേവി, നമോ നമോ ഭക്തമനോരഥേശ, നമോ നമോ വിശ്വവിധാനദക്ഷ, നമോ നമോ ദൈത്യവിനാശഹേതോ, നമോ നമ സങ്കടനാശകായ. ഈ വിധത്തിലൊക്കെ അദ്ദേഹത്തിനെ സ്തുതിച്ചു. വലിയ സ്തുതിയാണത്, വിശേഷമായിട്ടുള്ള സ്തുതിയാണ്. ദേവന്മാരുടെ ആ ഭഗവാനെ നമസ്കരിച്ചിട്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചപ്പോൾ ഭഗവാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ ആവശ്യമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങ് സർവശക്തനും ആശ്രിത വത്സലനുമാണ്, അങ്ങ് കൊടുത്തിട്ടുള്ള വരം കൊണ്ട് ത്രിപുരാസുരൻ ഇന്ന് ഞങ്ങളുടെയൊക്കെ കഞ്ഞികൂടി മുട്ടിച്ചിരിക്കുകയാണ്, ഞങ്ങളെ വീടുകളിൽ നിന്ന് വരെ പുറത്താക്കി, സാക്ഷാൽ ശ്രീപരമേശ്വരൻ വരെ കൈലാസം വിട്ട് പോകേണ്ടി വന്നു, വൈകുണ്ഠം എന്നോ കയ്യിൽ നിന്ന് പോയി, അതേപോലെ തന്നെ ഇതും ബ്രഹ്മലോകം കയ്യിൽ നിന്ന് പോയി, ഞങ്ങളെ രക്ഷിക്കണം, അങ്ങയുടെ വരം കൊണ്ടാണ് അവൻ ശക്തനായിട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കിത് ചോദിക്കാനൊരു സങ്കോചമുണ്ട്, കാരണം അങ്ങ് ഓൾറെഡി അവന് ത്രൈലോക്യാധിപത്യം കൊടുത്തിട്ടുണ്ട്, അപ്പം ഞങ്ങൾ രക്ഷ ചോദിച്ചാൽ അത് അങ്ങയുടെ വരം കൊടുത്തതിന് എതിരാവുമോ എന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ട്, അതുകൊണ്ട് അപ്രിയം വിചാരിക്കരുത്, ഞങ്ങൾക്ക് അവൻ്റെ നിന്ന് രക്ഷയും ഞങ്ങളുടെ പൂർവ്വസ്ഥാനത്തിൻ്റെ പ്രാപ്തിയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വത്ത് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു. അത് മുഴുവൻ കേട്ടപ്പോൾ ഭഗവാൻ അവരെ
ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ കാലത്തിൻ്റെ പ്രഭാവം കൊണ്ടുണ്ടാവുന്ന സംഭവ പരമ്പരകളാണ്. സുഖവും ദുഃഖവും മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ചില കാലങ്ങളിൽ വളരെയധികം പ്രതാപം ഉണ്ടാവും, ചില കാലങ്ങളിൽ കുറയും. ഇതൊക്കെ മനുഷ്യന് ഓരോ കാലത്തിനനുസരിച്ചിട്ട് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും ഒരാൾ അഹങ്കാരത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു അധികാരസ്ഥാനത്തും ഇരിക്കില്ല, ഒരു സൗഖ്യത്തിലും ഇരിക്കില്ല. അത് വീഴേണ്ട സമയം വന്നു കഴിഞ്ഞു. ത്രിപുരൻ്റെ പതനം വൈകാണ്ട തന്നെ വരും. അപ്പോൾ ചോദിക്കും, ഇവർക്ക് ഉത്സാഹവും ഭഗവാനും അനുകൂലിച്ച് പറഞ്ഞപ്പോൾ എപ്പോഴാ അവനെ ക്ഷയിപ്പിക്കുക, അവനെ എപ്പോഴാണ് വധിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, സമാധാനമായിട്ടിരിക്കൂ, ഏകാഗ്രതയോടുകൂടിയിട്ട് എന്നെ പ്രാർത്ഥിക്കുന്നവരുടെ ദുഃഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറും. ഞാൻ ക്ഷിപ്രപ്രസാദിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. നിങ്ങളുടെ അഹങ്കാരം നിങ്ങൾ മനസ്സിൽ നിന്ന് കളയുക, ഭക്തിഭാവം നിലനിർത്തുക, നിങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെ മോചനം കിട്ടും എന്ന് പറഞ്ഞു. ഭഗവാനെ സങ്കടഹര ഗണേശൻ എന്നല്ലേ നമ്മൾ പറയുക അല്ലേ? അത് വരും. ഇനി നാളെയാണത് നമുക്ക് വരിക, സങ്കടഹര ചതുർത്ഥിയുടെ വ്രതത്തിൻ്റെ പ്രാധാന്യം വരിക. ഇങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് അന്തർധാനം ചെയ്തു. എങ്ങനെ മരിക്കും ഇവൻ ത്രിപുരൻ വധിക്കപ്പെടുന്നൊന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തില്ല. ഇങ്ങനെ അനുഗ്രഹിച്ചതിന് ശേഷം നിങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. അതിനുശേഷം ഭഗവാൻ ഒരു സൂത്രം പ്രയോഗിച്ചു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ, വള്ളിയൂരപ്പ, സർവേശ്വര, ഗണപതി ഭഗവാനേ